ആൾക്കാരെ കാണുന്നില്ലോ? ആൾക്കാരെ കാണുന്നില്ലോ? ആളുകളെ കാണുന്നില്ലോ? ഓക്കെ, ഓക്കെ, ശരി. മോർണിംഗ് 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 മോർണിംഗ്. ശരി, അപ്പോ സൈലബർ എടുക്കാം. റൈറ്റ്, ബുക്ക് അടച്ചു വെച്ചോ. സൈലബർ റൈറ്റ്. ശരി, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അൽഫാദ് ഇന്നലെ ഉണ്ടായിരുന്നില്ല? അൽഫാദെ ഇല്ല സാർ, എവിടെയായിരുന്നു നീ? ചെറിയ തലവേദനയായിരുന്നു. ചെറിയ തലവേദന എല്ലാവർക്കും ഉണ്ടാവും. രാവിലെ അടിക്കുമ്പോ ആർക്കാ തലവേദന ഇല്ലാത്ത? ചെറിയ തലവേദനയും വയറുവേദന ഇല്ലാതെ രാവിലെ അടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ചെറിയൊരു വയറുവേദനയും തലവേദനയൊക്കെ രാവിലെ അടിക്കുമ്പോൾ ഉണ്ടാവില്ല അവർക്ക്. അത് കാര്യമാക്കരുത്. അതിനെ ക്രോസ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല കണ്ടിന്യൂസ്. രാവിലത്തെ ക്ലാസ്സുകൾ എപ്പോഴും അങ്ങനെ. ശരി, അതിന് നമ്മൾ ആദ്യത്തെ ആ ഒരു ഓവർകം ചെയ്താൽ മതി. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മുടെ ആ യഥാർത്ഥത്തിൽ അതൊരു മടിയാണ്. അതങ്ങോട്ട് റെഡിയായി അങ്ങോട്ട് കയറി നിന്നാ അതങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ മാറൂല. അതിന്റെ രസം. ശരി, അപ്പൊ ക്ലാസ് കേട്ടിട്ടില്ല, നിന്നോട് എങ്ങനെയാ ബാക്കി പഠിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഭയങ്കര പ്രശ്നമാണ്. പ്ലസ് ടു ലെവലിലേക്ക് ഭയങ്കര പ്രശ്നം. എല്ലാ ലെവലിലും അങ്ങനെയാണ്, പ്ലസ് ടുവിലെ കൂടുതലാണ്. ഒന്ന് പറഞ്ഞേ, ആദിൽ മുഹമ്മദ് CS. എന്താ ആദിൽ മുഹമ്മദേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണേ? എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ഐറ്റം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എർത്തില് ഒരു മാഗ്നറ്റിക് എർത്തിന്റെ ഒരു മാഗ്നറ്റിസം ഉണ്ട്. അബ്സല്യൂട്ട്ലി, അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എർത്തിന്റെ മാഗ്നറ്റിസം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചേ, കുറെ എൻട്രി ഉണ്ട് കേട്ടാ. അപ്പോ എർത്തിന്റെ മാഗ്നറ്റിസം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പഠിച്ചാൽ അതില് എർത്തിന്റെ മാഗ്നറ്റിസം കുറിച്ച് എന്താ നമ്മൾ പഠിച്ചത്? എങ്ങനെ എർത്തിന്റെ മാഗ്നറ്റിസം അറേഞ്ച് ചെയ്താക്കണേ? കുറെ എൻട്രി വരുന്നുണ്ട്. എങ്ങനെ എർത്തിന്റെ നോർത്ത്, എർത്തിന്റെ സൗത്തിലേക്ക്. അതായത് എർത്തിന്റെ എങ്ങനെ മനസ്സിലായില്ല? എങ്ങനെ രണ്ട് ടൈപ്പ് നോർത്ത് നമ്മൾ വിളിച്ചല്ലോ? എന്ത് നോർത്തൊക്കെയാ? ജോഗ്രഫിക്കൽ നോർത്ത്, പിന്നെ മാഗ്നറ്റിക് നോർത്ത്. എന്താ മാഗ്നറ്റിക് നോർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ മാഗ്നറ്റിക് നോർത്ത്? മാഗ്നറ്റിന്റെ നോർത്ത് സൈഡ്. മാഗ്നറ്റിന്റെ നോർത്ത് സൈഡ്. ഇതൊന്നും നോക്കിയിട്ടില്ല. മാഗ്നറ്റിന്റെ നോർത്ത് പോളാണോ മാഗ്നറ്റിക് നോർത്ത് എന്ന് വിളിക്കണേ? ഒന്ന് പറഞ്ഞ ബേസിലെ എന്താ ഈ മാഗ്നറ്റിക് നോർത്ത് എന്ന് വിളിക്കണേ? എന്താ ഈ മാഗ്നറ്റിക് നോർത്ത് എന്ന് പറഞ്ഞ സാധനം? എന്താ ഏതെന്തിനെ മാഗ്നറ്റിക് നോർത്ത് എന്ന് വിളിക്കുന്നത്? ഭൂമിക്ക് അകത്തായിട്ടൊരു മാഗ്നറ്റ് പോലെ. അതെ, ഭൂമിക്ക് ഉള്ളിൽ ഒരു മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് പോലെ സാധനം ഉണ്ട്. അത് അതിന്റെ ബുക്ക് കാണിച്ചു വെച്ച് ഞാൻ ചോദിക്കട്ടെ, നോക്കി പറയാനില്ല. അതിന്റെ നോർത്ത് പോളാണ് മാഗ്നറ്റിക് നോർത്ത് പോൾ. അതിന്റെ നോർത്ത് പോളാണ് മാഗ്നറ്റിക് നോർത്ത്. റൈറ്റ്. ശരി, മാളവിക എന്താന്ന് പറഞ്ഞ? മാളവിക
പറയാം ഫാത്തിമ ഇസ്മായിൽ ഒന്നുകൂടെ ക്ലാരിറ്റി. ഇപ്പൊ മാളവിക പറഞ്ഞ ഒന്നുകൂടെ ക്ലാരിറ്റി തന്നെ. അപ്പൊ മാഗ്നറ്റിക് നോർത്ത് എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ടിരിക്കുന്ന മാഗ്നറ്റിക്കിന്റെ ഏത് പോള് വരുന്ന സ്ഥലമാണ് ഫാത്തിമ? സൗത്ത് പോളാണ്. മാളവിക പറഞ്ഞതും നേരത്തെ പിള്ളേർ പറഞ്ഞതും ബേസിൽ പറഞ്ഞതും ഒക്കെ തെറ്റുണ്ട്. ഇവരൊന്നും പഠിക്കൂലാത്ത കുട്ടികളോ അല്ലെങ്കിൽ ഇവരൊന്നും വേണ്ടാത്ത കുട്ടികളോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളോ ഒന്നും അല്ല. പക്ഷെ തിരിഞ്ഞു പോയിട്ടുണ്ട്, തെറ്റിപ്പോയിട്ടുണ്ട്. അതായത് നമ്മുടെ എർത്തിന്റെ സൗത്ത് പോള് എർത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ജയന്റ് ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ എവിടെയാണോ വന്നിരിക്കുന്നത് ആ ഭാഗത്തെയാണ് മാഗ്നറ്റിക് നോർത്ത് എന്ന് വിളിക്കുന്നത്. കാരണം നമ്മുടെ കോമ്പസ് നീഡിലിന്റെ നോർത്ത് പോൾ അങ്ങോട്ടായിരിക്കും സീക്ക് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത്. അതിനാണ് നോർത്ത് സീക്കിംഗ് പോൾ. ദാറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് നോർത്ത്. ആ മാഗ്നറ്റിക് നോർത്തിന്റെ താഴെ വരുന്ന പോൾ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ അവിടെ സൗത്ത് പോൾ ആയിരിക്കും. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണമല്ലോ. അദ്ദേഹം പറഞ്ഞ പോലെ മാറരുത്. പിള്ളേർക്ക് സംശയമുണ്ട്, അങ്ങനെ വരാൻ പാടില്ല. ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. വളരെ മനസ്സിലായ പറഞ്ഞേ. അത് വായന എന്ന് മനസ്സിലാക്കണതിലെ പ്രശ്നമുണ്ട്, മനസ്സിലാക്കണതിലെ പ്രശ്നമാണത്. റൈറ്റ്, ശരി, ഓക്കെ. അപ്പൊ അത്ര കാര്യമാക്കും. അപ്പൊ പഠിക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമില്ലാത്ത കോൺസെപ്റ്റ് ഒരുപാട് ഉണ്ടാവും. കാരണം ഒരു ദിവസം പഠിപ്പിക്കും, കോൺസെപ്റ്റ് പഠിപ്പിക്കാതെ ഏതായാലും ഇരിക്കുമല്ലോ. കോൺസെപ്റ്റ് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ വീട്ടിൽ പോയി ഉറപ്പിക്കണം. ഇപ്പൊ ബേസിലേക്ക് നോക്കുമ്പോൾ കാര്യം ഒന്നുമില്ല. ചിലപ്പോൾ നോക്കുമ്പോൾ ഒന്നും പഠിക്കാനില്ല. അല്ലെങ്കിൽ അത്യാവശ്യം പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ നോക്കുമ്പോൾ ഡെയിലി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് തോന്നും. പക്ഷെ ഒന്നുമില്ലാതെ ഏതായാലും വരില്ല. നിങ്ങൾക്ക് 1 മണിക്കൂർ പഠിക്കാനുള്ള സാധനം ഉണ്ടാവും. അത് ആ പ്രോബ്ലം ചെയ്തു നോക്കലായി, പ്രോബ്ലം തന്നെ ചെയ്തു നോക്കലായി, അതിന്റെ കൂടെ കുറച്ച് സമയം കളയലായി, എന്നിട്ട് ഇത് പറഞ്ഞിരിക്കുന്ന സാധനം എന്താണെന്ന് ആലോചിക്കലായി, മാഗ്നറ്റിക് മൊമെന്റ് പഠിക്കലായി, എന്താ സംഭവം എന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കാനാണ് സമയം. വീട്ടിൽ പോയി മനസ്സിലാക്കി ഉറപ്പിക്കണം, അതിനാണ് സമയം. ഓക്കെ, ശരി. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ബാക്കി നോക്കാം. ഏകദേശം ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് ഫാരിസ് ഏ ബാച്ചിലെ മുഹമ്മദ് ഫാരിസ്? ആ, മുഹമ്മദ് ഫാരിസിനോട് ഞാൻ ചോദിക്കട്ടെ, ഫാരിസേ നിന്റെ സംഭവം കേൾക്കട്ടെ. അല്ല, ഏകദേശം എത്ര വാല്യൂ വരുന്ന ഈ എർത്തിന്റെ കേൾക്കാം, എർത്തിന്റെ മാഗ്നറ്റിസത്തിന്റെ വാല്യൂ ഏകദേശം എത്ര വരുന്നത്? -5 ടെസ്ല. ഏകദേശം 10⁻⁵ ടെസ്ലയാണ് ഏകദേശം എർത്തിന്റെ മാഗ്നറ്റിസിന്റെ വാല്യൂ. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞു അതിന്റെ കൂടെ. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, ഗോസ് എന്ന് പറഞ്ഞ എസ് യൂണിറ്റ് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എസ് യൂണിറ്റ് അല്ല, ഗോസ് എന്ന് പറഞ്ഞ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തലയാട്ടിക്ക് ഗോസ് ഉണ്ട്. ശരി, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സാധാരണ ഗോസ് ഉപയോഗിച്ചിട്ട് ചോദ്യം ചോദിക്കും, എർത്തിന്റെ മാഗ്നറ്റിസം ഇത്ര ഗോസ് ആന്നൊക്കെ പറയും. എർത്തിന്റെ മാഗ്നറ്റിസം ഉപയോഗിക്കാനാണ് സാധാരണ ഗോസ് ഉപയോഗിക്കുന്നത്. ഇത്ര ഗോസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് ടെസ്ലയിലേക്ക് മാറ്റിക്കോളാം. ഒരു ഗോസ് എന്ന് പറഞ്ഞാൽ 10⁻⁴ ടെസ്ലയാണ്. കിലോമീറ്ററും മീറ്ററും പോലെ അതിന്റെ വ്യത്യാസമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്തോളാം, ശരിയാക്കിക്കോളാം. റൈറ്റ്, ഓക്കെ. ഇനി നമുക്ക് ഇന്നലത്തെ ബാക്കി പോവാം. കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനാണ് ഇപ്പൊ തന്നെ പഠിച്ചോളണം. കാണാതെ പഠിക്കാൻ നിൽക്കരുത്. ഇന്ന് കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. ശരി സച്ചിനെ, ഓക്കെ, കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് മലയാളത്തിൽ വ്യക്തമായി തന്നെ എഴുതി വെക്കുക. എന്താണ് ഇപ്പൊ മാഗ്നറ്റിക് നോർത്തിലുണ്ടോ? ഇന്ന് ഞാൻ മാഗ്നറ്റിക് നോർത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ പാടാ. ഇന്നലെ ക്ലാസ് കേൾക്കാത്തവരെ നമുക്കൊന്നും ചെയ്യാനില്ല. അത് ജസ്റ്റ് കേട്ടിരിക്കുക എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാവരുത്. നിസ്സാര കേസിൽ ഞാൻ ഓഫീസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ വീട്ടിൽ വിളിച്ച് കൃത്യമായി വാൺ ചെയ്ത് പരിപാടി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇടക്കിടക്കിടക്ക് ഇങ്ങനെ മറ്റേ ആബ്സെന്റ് ആവുന്നത് കേട്ടോ. ഓൺലൈൻ ക്ലാസ് ആബ്സെന്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പോ എർത്ത് എന്ന് പറയുന്ന സാധനം, എർത്ത് എന്ന് പറയുന്ന സാധനം നമ്മൾ എന്താണ് ഞാനേ നീ ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗ്ലോബ്. റൈറ്റ്,
ശ്രദ്ധിച്ചോളൂ, മനസ്സിലാവുന്ന പോയിന്റുകളെ എഴുതിക്കോളൂ. ഇതിനകത്ത് എന്താ വെച്ചാൽ ഗ്ലോബ് ഇതാണ് എർത്തിന്റെ നോർത്ത് പോളും എർത്തിന്റെ സൗത്ത് പോളും നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എർത്തിൽ ഒരു മാഗ്നറ്റ് കുഴിച്ചിട്ടാക്കുകയാണ്. മാഗ്നറ്റ് എങ്ങനെ കുഴിച്ചിട്ടാണ്? ഇതിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടാക്കുക. ഇതിന്റെ ഉള്ളിൽ നീളത്തിൽ കുഴിച്ചിട്ടാക്കുക. കാണാം, റൈറ്റ്? ശരി. അപ്പൊ അങ്ങനെ കുഴിച്ചിട്ടാക്കണം. അതിന്റെ തന്നെ ആ കുഴിച്ചിട്ടാക്കണതിന്റെ ശ്രദ്ധിക്കുന്നത് ഇത് നോർത്ത് പോൾ, ഓക്കെട്ടോ, ഇത് നോർത്ത് പോൾ, ഈ മോൾ ഭാഗമാണ് നോർത്ത് പോൾ. അതിന്റെ ഇവിടെ വരും. ഇങ്ങനെ കുഴിച്ചിട്ട് കഴിയുമ്പോൾ ഇവിടെ ഒരു സംഭവം വരും, റൈറ്റ്? ഇവിടെ ഏത് പോളാ വരുന്നേ? ഇവിടെ ഏത് പോളാ അവസരം വരുന്നേ? ഇവിടെ ഏത് പോൾ വരും? ഇവിടെ ജോഗ്രഫിക് നോർത്ത് ആണെങ്കിൽ ഇവിടെ നമ്മൾ കുഴിച്ചിട്ടാക്കണം മാഗ്നറ്റിന്റെ ഏത് പോൾ വരും? സൗത്ത് പോൾ വരും. മാറിപ്പോരുന്നത്, സൗത്ത് പോൾ വരും. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് പേരിട്ടാ വിളിക്കണേ അവസരം? ഇവിടെ എന്ത് പേരിട്ടാ വിളിക്കണേ? അതായത് മാഗ്നറ്റിക് നോർത്ത് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ മാഗ്നറ്റിക് നോർത്ത് വിളിക്കും, ഈ ഭാഗത്തെ ജോഗ്രഫിക് നോർത്ത് വിളിക്കും. അപ്പൊ ഇതാണ് മാഗ്നറ്റ്. തൊട്ടിപ്പുറ വെച്ചാൽ ശരിക്കും കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ കാനഡ ഒക്കെ വരുന്ന എവിടെയാ? കാനഡ ഈ ഭാഗത്ത്, തണുപ്പുള്ള ഭാഗത്തുള്ള കാനഡ, അങ്ങനെ കുറെ ഭാഗങ്ങൾ വരുന്ന സ്ഥലമാണ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ് ഒക്കെ വേറെ ഉണ്ട്. അമേരിക്കയുടെ ഇവിടെ മുകളിലായിട്ട് ഇവിടെ വരും കാനഡ. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങോട്ട് നീങ്ങിയാണ് ശരിക്കും നോർത്ത് പോൾ വരുന്നത്. കാനഡ അല്ലാണ്ടോ ഞാൻ പറഞ്ഞത്, ഇങ്ങോട്ട് നീങ്ങി. ഇത്രയും നീങ്ങാതെ കിലോമീറ്റർ മാറ്റം ഉണ്ടാവും. അപ്പൊ ഇവിടെയാണ് മാഗ്നറ്റിക് നോർത്ത്, ഇവിടെയാണ് ജോഗ്രഫിക് നോർത്ത്, ഗ്യാപ്പ് ഉണ്ടാവും. ഇനി ഞാൻ പറയുന്നത് എന്താ അറിയോ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഇതിന്റെ ഉള്ളിക്കൂടെയാണ് ബാർമാൻഡ് കുഴിച്ചിട്ടാക്കണേ, നേരെ ഉള്ളിക്കൂടെ. അപ്പൊ ഇവിടുന്ന് നേരെ എടുത്താൽ ഇപ്പുറ വരും. അതുപോലെ തന്നെ മാഗ്നറ്റിന്റെ മറ്റേ എൻഡ്. അപ്പൊ അതിനകത്ത് കൂടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെയിറ്റാ, അതിന്റെ ഉള്ളിക്കൂടെ. ഒരു ബാർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഒരു ബാർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളട്ടോ, ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് നിർത്തിയതാ. ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കുക, ഇത് നോർത്ത് പോൾ സൗത്ത് പോൾ. ബാർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ ഉള്ളിൽ ഇങ്ങനെ സൗത്ത് ടു നോർത്ത് ആയിരിക്കും, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ വളഞ്ഞിങ്ങോട്ട് വരും. ഉണ്ടാ ഇങ്ങനെയാ, നോർത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അതിനെവിടെ നിന്ന് സൗത്തിൽ അവസാനിക്കും. ഇങ്ങനെ നോർത്തിൽ തുടങ്ങും, ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി. ഇവിടെ ബാക്കിയെല്ലാം ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിക്കും. ഉണ്ടാ ഇങ്ങനെയാണ് കർവ്ഡ് ക്ലോസ്ഡ് ലൂപ്സ് നിൽക്കുന്ന നമ്മൾ പറയും. ഉണ്ടാ ഇവിടൊക്കെ ഇങ്ങനെയാണ്. ഉണ്ടാ ഇങ്ങനെയാണ്. അപ്പൊ ഇത് നിങ്ങൾ 3 ഡയമെൻഷനിൽ ചിന്തിച്ചു നോക്കിയാൽ, 3 ഡയമെൻഷനിൽ ഒരു ബാർമാറ്റ് വെച്ചാൽ ചുറ്റും 3 ഡയമെൻഷനിൽ ഇങ്ങനെയാണ്. ഉണ്ടാ ഞാൻ പറയുന്നത് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ബുക്കിൽ എഴുതിക്കോളാം. ബുക്കിൽ എഴുതാതെ വിടരുത്. നമുക്കറിയാന്ന് ഓർത്തത് ആവശ്യമായ കിട്ടുന്ന പുതിയ പോയിന്റുകൾ. അതിപ്പോ ചിലർക്ക് ബാർമാറ്റ് അറിയില്ലെങ്കിൽ അത് എഴുതണം. അതാണോ നമ്മുടെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു ബാർമാഗ്നറ്റ് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചാൽ, ഇത് ബാർമാഗ്നറ്റാന്ന് കൂട്ടിക്കോ പിള്ളേര്. ഇതിങ്ങനെ വെച്ചാൽ ഇത് നോർത്ത് പോളാന്ന് കൂട്ടിക്കോ. നോർത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി സൗത്തില്, ഉണ്ടാ നോർത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി സൗത്തില്, നോർത്തിൽ ഇങ്ങനെ തുടങ്ങി സൗത്തില്. അപ്പൊ 3 ഡയമെൻഷനിൽ ഇതുണ്ട്. ഉള്ളിൽ സ്ട്രേറ്റും ചുറ്റുമുണ്ട് അങ്ങനെ. പക്ഷെ ഇവിടെ നിന്ന് തുടങ്ങും, സാധനം ഇവിടെ അവസാനിക്കും. ഇവിടെ നിന്ന് തുടങ്ങും, 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 ഇവിടെ അവസാനിക്കും. ഇങ്ങനെ 3 ഡയമെൻഷനിൽ അതുണ്ട്, റൈറ്റ്? അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഇതിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടാക്കാണ്, ഉള്ളിൽ കുഴിച്ചിട്ട്. അപ്പൊ 3 ഡയമെൻഷനിൽ അതുണ്ട്. അപ്പൊ എങ്ങനെ വരും എന്നറിയാം ചുരുക്കത്തില്. ഇവിടെ നിന്ന് തുടങ്ങിയ സാധനം വളഞ്ഞിങ്ങനെ വന്ന് ഇങ്ങനെ വളഞ്ഞിങ്ങനെ വന്ന് കേട്ടെ, ഇങ്ങനെ വന്ന സാധനം അതിന്റെ ഡയറക്ഷനാ പറയണേ. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ സൗത്താന്ന് പറഞ്ഞു, ഇവിടെ നോർത്താന്ന് പറഞ്ഞു. ഏതാ മാഗ്നറ്റിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടാണ് മാഗ്നറ്റിന്റെ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഉണ്ടാ. അപ്പൊ നോർത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങും. ഇവിടെ സൗത്താ, ഇവിടെ നോർത്താ. നോർത്തിൽ നിന്ന് തുടങ്ങും മാഗ്നറ്റ്. നോർത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ വരും. അപ്പൊ ഈ മോൾ ഭാഗത്ത് ഏകദേശം സ്ട്രെയിറ്റ് ആവും ഇവിടെ വരുമ്പോൾ. എന്നിട്ട് അത് ഇങ്ങനെ പോയി ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞ് നേരെ ഇവിടെ ആവും. അപ്പൊ ഇവിടെ നിന്ന് നേരെ പെർപെൻഡിക്കുലർ തുടങ്ങണേ ഭൂമിയുടെ. അപ്പൊ ഈ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നേരെ പുറത്തേക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പോളാർ റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നേരെ പുറത്തേക്കാണ്. എന്നിട്ട് അത് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരും. ആ വന്ന വളവ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഈ ഭാഗത്ത് എത്തുമ്പോൾ സ്ട്രെയിറ്റ് ആവും. ഓക്കെ, ഈ ഭാഗത്ത് ഇക്വേറ്ററാ. അപ്പൊ ഇക്വേറ്ററിന്റെ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഏകദേശം എങ്ങനെ സ്ട്രെയിറ്റാ. അവനിങ്ങനെ വന്ന് പോൾസിലേക്ക് പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? വളഞ്ഞ് അവൻ ജോഗ്രഫിക് നോർത്തിന്റെ അവിടെയുള്ള മാഗ്നറ്റിക് നോർത്തിൽ എത്തുമ്പോൾ അവനിങ്ങനെ പോയി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തും. പെർപെൻഡിക്കുലർ ആവും. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആവും. ഉണ്ടാ ഞാൻ പറയുന്ന മനസ്സിലാവണ കോലത്തിൽ എഴുതണം. ഇത് പുസ്തകത്തിൽ നമുക്ക് കിട്ടൂല. ഇത് പുസ്തകത്തിൽ നിന്ന് കിട്ടാൻ പറ്റൂല. അതിന്റെ പുസ്തകത്തിൽ പറയണതിൽ ഒരു പരിധിയുണ്ട്.
ഇത് ഏതെങ്കിലും അധ്യാപകൻ പഠിപ്പിച്ചു തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെയോ നമ്മൾ ഏതെങ്കിലും അധ്യാപകൻ പഠിപ്പിച്ചു തന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി എഴുതി വെക്കണം. അല്ലാതെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പൊ തുടങ്ങുന്നതും അവസാനിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ വേണം. എങ്കിലാണ് ചില ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. റൈറ്റ്? പറഞ്ഞേ, സംശയം പറഞ്ഞ് കേൾക്കട്ടെ. സംശയം പറഞ്ഞൊന്ന് കേൾക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് പറഞ്ഞേ, ചോദിച്ചേ. എവിടെയാ പ്രശ്നം? എവിടെയാ മനസ്സിൽ ഇപ്പൊ പ്രശ്നം തോന്നിയാണ് പറഞ്ഞു? പറഞ്ഞേ, കേക്കട്ടെ. പറഞ്ഞോ പറഞ്ഞോ. ബാർമാവിന്റെ പുറത്തുള്ള ഇതും അകത്തുള്ള ഡയറക്ഷൻ വേറെ വരണം. അതെ അതെ അതെ, ഡയറക്ഷൻ മാറ്റമുണ്ട്. ബാർമാനിറ്റിനെ എങ്ങനെയാ വെച്ചാൽ പുറത്ത് നമുക്ക് എപ്പോഴും നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കും. ഉള്ളിൽ ശരിക്കും സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കായിരിക്കും. അതിങ്ങനെ കറങ്ങിയ പോലെ തന്നെ ഒരു സ്ഥലത്ത് തുടങ്ങി നോർത്ത് പോളിൽ തുടങ്ങി കറങ്ങി ഇങ്ങനെ വന്ന് സൗത്തിൽ കൂടെ കയറി നോർത്തിൽ അവസാനിക്കും. ക്ലോസ്ഡ് ലൂപ്പാണ്. പറഞ്ഞോ. വേറെ എനിക്ക് എർത്തിന്റെ സംശയങ്ങൾ വരട്ടെ. എർത്തിന്റെ മാഗ്നറ്റിസം എന്താ മനസ്സിൽ തോന്നിയത്? സംതിങ് യു ഹാവ്, സംതിങ് യു ഷുഡ് ഹാവ്. ഓക്കെയാണ്, പ്രശ്നമൊന്നും പിള്ളേർ പറഞ്ഞില്ല. ഓക്കെയാണ്, ഓക്കെയാണ്. ഉണ്ടാവേണ്ടതാണ് സംശയങ്ങൾ. ഇനി ഞാൻ പറയാം. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഭൂമിയുടെ പല സ്ഥലത്തും പല മാഗ്നറ്റിക് ഫീൽഡിന് പല വാല്യൂ ആണ്, പല ഡയറക്ഷനുമാണ്. പല വാല്യൂ ആണ്, പല ഡയറക്ഷനുമാണ്. അത് ശരിക്കും മനസ്സിലാക്കണോ? ഭൂമിയുടെ എല്ലാ സ്ഥലത്തും ഒരു വാല്യൂ ഒരു ഡയറക്ഷനും അല്ല. അതിനാണ് കാരണം ഭൂമിയുടെ കാന്തം കൂച്ചിട്ടനുസരിച്ച് മാറി, മാഗ്നറ്റ് കൂച്ചിട്ടനുസരിച്ച് മാറൂലേ? കൂച്ചിട്ടാണെന്ന് അതൊരു എഫക്റ്റ് ആട്ടോ. കൂച്ചിട്ടിട്ടില്ല, ഡൈനാമോ എഫക്ട് ഒരു എഫക്ട് വഴി അതുപോലെ ഫീൽ ചെയ്യും. ഒരു ബാർമാന്റെ കൂച്ചിട്ടാക്കും പോലെ ഫീൽ ചെയ്യും. അപ്പൊ പല സ്ഥലത്ത് പല ഡയറക്ഷനാണ്. അപ്പൊ കോമ്പസ് നീഡിലുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഒരു സംശയമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, മുദ്ദസിറോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മുദ്ദസിറ എല്ലാവരോടും കൂടെ ചോദിക്കണം, നീ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ കോമ്പസ് നീഡിലുമായിട്ട് എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാലും അവൻ ഡയറക്ഷൻ കാണിച്ചോളൂ. നമ്മുടെ കോമ്പസ് നീഡിൽ ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും. എന്താ കുഴപ്പം? ഇല്ലാന്ന് പറയാൻ കാരണം എന്താ? അബ്സല്യൂട്ട്ലി. ഒന്ന് പറഞ്ഞേ ആദിൽ നസിയെ, നീ ഒന്ന് പറഞ്ഞേ ആദിൽ നസിയെ. ഈ നമ്മുടെ കോമ്പസ് നീഡിലുമായിട്ട് നിനക്ക് ഭൂമിയിലെ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാലും ഡയറക്ഷൻ കാണാൻ പറ്റുമോ? നമ്മുടെ സാധാ കോമ്പസ് നീഡിലായിട്ട് മാഗ്നറ്റിക് നോർത്തിലും മാഗ്നറ്റിക് സൗത്തിലും വ്യത്യാസം ഉണ്ടാവും. എന്താ പ്രശ്നം? ഈ കോമ്പസ് നീഡിൽ ഉപയോഗിക്കാൻ പറ്റുമോ? എന്താ പ്രശ്നം? മാഗ്നറ്റിക് നോർത്തിലും അവൻ പറയുന്നത് മാഗ്നറ്റിക് നോർത്തിലും മാഗ്നറ്റിക് സൗത്തിലും എത്തുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത് എന്താ പ്രശ്നം? കുറെ മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാവില്ലേ? കുറെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, പക്ഷെ ഞാൻ ചോദിച്ചത് ഡയറക്ഷൻ. കുറെ മാഗ്നറ്റിക് ഫീൽഡ്സ് കുറെ ഉണ്ടാവും, പക്ഷെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ ഈ കോമ്പസ് നീഡിൽ ഉപയോഗിച്ചാൽ? വേറെ ഡയറക്ഷൻ കാണിക്കുള്ളൂ, ശരിക്കുള്ള ഡയറക്ഷൻ കാണിക്കില്ല. അല്ലവനെ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലേ ഉണ്ടാവുള്ളൂ? പല സ്ഥലത്ത് പലതാവും ഇങ്ങനെ വരണ്ട എല്ലാ സ്ഥലത്തും. ശരി, അത് ഞാൻ മനസ്സിലായി. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മുദ്ദസിർ പറഞ്ഞത് നീ കേട്ടില്ല, നീ ഇപ്പുറത്തെ ക്ലാസ് ആയതുകൊണ്ട് കേട്ടില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് പറഞ്ഞുതരാം. എന്താ പറഞ്ഞുതരാം? അതിന് ഞാൻ പറഞ്ഞ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇവിടെ എത്തുമ്പോ ഈ പോളാർ രീതിയിൽ എത്തുമ്പോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കുത്തനെയാവും, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇതെങ്ങനെയാ കാണിക്കുന്ന? കോമ്പസ് നീഡിൽ കാണിക്കാൻ പറ്റൂ? കാണിക്കാൻ പറ്റൂല. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ സ്ഥലം, നമ്മുടെ ഇന്ത്യക്ക് ഇവിടെ വന്നെ ഇക്വേറ്റർ കേട്ടോ. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇന്ത്യ, നമ്മുടെ ഈ ഭാഗത്തോ ആഫ്രിക്ക, ആ ഭാഗങ്ങളിൽ ഈ ഇക്വേറ്ററുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊന്നും പ്രശ്നമില്ല. അവിടെ കാരണം എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെയിറ്റ് ആണ്. അപ്പൊ നമ്മളെങ്ങനെ കോമ്പസ് നീഡിൽ ഉപയോഗിക്കുന്നത് ഉണ്ടോ? ഇവിടെ നമ്മൾ ഇങ്ങനെ കോമ്പസ് നീഡിൽ. ഇതിപ്പോ നമ്മുടെ ടേബിളിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ വെക്കണേ. അപ്പൊ എങ്ങനെ കാണിക്കും? ഇത് ഇങ്ങോട്ട് കാണിക്കും ഉണ്ടോ? ഇങ്ങനെ കാണിക്കും. ഇതിപ്പോ ഇത് കോമ്പസ് നീഡിന്റെ ആരോ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. അപ്പൊ ഇന്ത്യയിൽ വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസമില്ല. ഇന്ത്യയിൽ ഇങ്ങേയറ്റത്തും കേരളത്തിലും കാശ്മീരിലും ചെന്നാലും ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇങ്ങേയറ്റം പോലെ അങ്ങേയറ്റം പോലെ യാത്ര ചെയ്താലും ചെറിയ വ്യത്യാസം. അപ്പൊ എങ്ങനെ കാണിക്കും? ഇങ്ങനെ കാണിക്കും. ഇങ്ങനെയാന്ന് കാണിക്കും, ഇങ്ങനെ കാണിക്കും.
പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ പോലെ ഇത് കണ്ടോ, ഇവിടെ വന്നു ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കണേ. അപ്പൊ കോമ്പസ് ഫീൽഡിൽ എങ്ങനെ ഇങ്ങനെ കുത്തനെ നിൽക്കുവോ? കോമ്പസ് ഫീൽഡ് കുത്തനെ നിൽക്കില്ല. That I will show you later. I will tell you later. അപ്പൊ കാര്യങ്ങൾ പിള്ളേർക്ക് മനസ്സിലായി. സംശയം പറഞ്ഞേ. ശരി, ഇനി ഞാൻ വേറൊരു പ്രശ്നം ഇന്നലെ പറഞ്ഞ പ്രശ്നം കേട്ടോ, ഇത് കണ്ടോ, വേറൊരു പ്രശ്നം എന്താണെന്ന് കേട്ടോ. കുറെ പ്രശ്നമുണ്ട്, അതിന്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് എർത്ത് മാഗ്നറ്റിസം പഠിക്കണം എന്ന് പറഞ്ഞത്. സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു. ഇത് ഗ്ലോബ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളണം കേട്ടോ. വെറുതെ കേട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം. മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നമില്ല. ഇതിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. ഇത് ഗ്ലോബ്, ഒരു 3 ഡയമെൻഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഗ്ലോബാണ്. ഓക്കെ, അപ്പൊ ഞാൻ എക്സാക്ട് പറഞ്ഞാൽ ഞാൻ പറയും ഇവിടെയാണ് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ, സോറി ജോഗ്രഫിക് മെറിഡിയൻ. എക്സാക്ട് പറയാണ്. ചെരുവിക്കുണ്ട്. സപ്പോസ് നേരെയാണ് കൂട്ടുക. അപ്പൊ ഇതാണ് ജോഗ്രഫിക് നോർത്ത്, ഇതാണ് ജോഗ്രഫിക് നോർത്ത്, ഇത് ജോഗ്രഫിക് സൗത്ത്. ജോഗ്രഫിക് സൗത്ത് SG. നമ്മുടെ ബാർ മാഗ്നറ്റ് നമ്മൾ കുഴിച്ചിട്ടാക്കുന്നത്, അല്ലെങ്കിൽ കുഴിച്ചിട്ടാക്കുന്നതിന്റെ എഫക്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് വന്നത്. ഇതാണ് ബാർ മാഗ്നറ്റ് കുഴിച്ചിട്ടാക്കുന്നതിന്റെ എഫക്ട്. അപ്പൊ ഇവിടെ കൊണ്ടുപോയി നമ്മൾ വീണ്ടും വിളിക്കും. ഇത് നോർത്ത് മാഗ്നറ്റിക് നോർത്ത്, ഇത് സൗത്ത് മാഗ്നറ്റിക് സൗത്ത്. ആണോ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മൾ കോമ്പസ് നീഡിലനുസരിച്ച് കോമ്പസ് നീഡിൽ വെച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഭൂമിയുടെ ജോഗ്രഫിക് നോർത്തിൽ എത്തണം. ജോഗ്രഫിക് നോർത്തിൽ നമുക്ക് എത്തണം. നമ്മുടെ കയ്യിൽ കോമ്പസ് നീഡിലാണ്. നമ്മൾ കടലിലൂടെ യാത്ര ചെയ്യാണ്. കോമ്പസ് നീഡിലാണ് നമ്മുടെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ കോമ്പസ് നീഡിലാണ്. നമുക്ക് ഭൂമിയുടെ ജോഗ്രഫിക് നോർത്തിൽ എത്തണം. അത് ഇവിടെ എത്തണം. ഈ കോമ്പസ് നീഡിൽ ഉപയോഗിച്ച് യാത്ര ചെയ്താൽ അവിടെ എത്തുമോ? ജോഗ്രഫിക് നോർത്തിൽ എത്തുമോ ഇല്ലയോ? ഒന്ന് പറയാം ജെസിയ. കോമ്പസ് നീഡിൽ വെച്ച് യാത്ര ചെയ്താൽ ജോഗ്രഫിക് നോർത്തിൽ എത്തുമോ നമ്മള്? പിന്നെ എവിടെ എത്തും നമ്മള്? മാഗ്നറ്റിക് നോർത്തിലും സൗത്തിലും. മാഗ്നറ്റിക് നോർത്തിലേ എത്തുള്ളൂ. കാരണം എപ്പോഴും കോമ്പസ് നീഡിൽ എങ്ങോട്ടാ കാണിക്കുന്നത്? ഇങ്ങോട്ടാ കാണിക്കുള്ളൂ. കാരണം കോമ്പസ് നീഡിലെ ഇങ്ങോട്ട് കാണിക്കുള്ളൂ. സൗത്ത് പോൾ കുഴിച്ചിട്ട സ്ഥലത്ത് ഇവിടെ ആരും കുഴിച്ചിട്ടില്ലല്ലോ. അവിടെ ആരും ഇല്ലല്ലോ. മാഗ്നറ്റിക് എഫക്ട് അവിടെ ഇല്ല. അപ്പൊ അങ്ങോട്ട് ഒരിക്കലും കാണിക്കില്ല. അപ്പൊ നമ്മൾ പോയാൽ തെറ്റിപ്പോവും, വേറെ സ്ഥലത്തേക്ക് എത്തും. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. അപ്പൊ ഈ കോമ്പസ് നീഡിൽ ഉപയോഗിക്കുമ്പോൾ എർത്തിന്റെ മാഗ്നറ്റിസം പഠിക്കുമ്പോൾ നമ്മളൊരു സാധനം പഠിക്കേണ്ടതുണ്ട്. എന്താ പഠിക്കേണ്ടത് അറിയോ? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവര് തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്. ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റില് ഉണ്ടാവും. ഇതാണ് ട്രൂ ജോഗ്രഫിക് നോർത്ത്, ഇതാണ് മാഗ്നറ്റിക് നോർത്ത്. അവര് തമ്മിൽ ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടും നേരെയല്ല. ആ ആംഗിൾ ഡിഫറൻസ് നമ്മൾ വിളിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് ആണ് ആംഗിൾ ഓഫ്, ശരിക്കും മനസ്സിലാക്കണം, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്, ഡെക്ലിനേഷൻ. ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. കൃത്യമായിട്ട് എഴുതിക്കോ. ഇത് 2-3 ആംഗിൾ എന്ന് ചെയ്യുമ്പോൾ നമുക്ക് സംശയം വരും. അപ്പൊ എന്ത് നമ്മൾ എഴുതുന്നറിയോ? പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് സെന്റൻസ് എഴുതണല്ലോ. ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ട്രൂ ജോഗ്രഫിക് നോർത്ത്. ട്രൂ യഥാർത്ഥത്തിലുള്ള ജോഗ്രഫിക്, അതാണ് ട്രൂ എന്ന് വേണ്ട, പിന്നെ ജോഗ്രഫിക് മതി. നോർത്ത് ആൻഡ്, ശരിക്കും മാഗ്നറ്റിക് നോർത്ത് എന്ന് പറഞ്ഞാൽ മതി, കുറച്ച് വിശദീകരിച്ച് വേണമെങ്കിൽ പറയാം. ആൻഡ് നോർത്ത് ഷോൺ ബൈ കോമ്പസ് നീഡിൽ. അതിനെ കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഇതായിരിക്കും സെന്റൻസ് ഉപയോഗിച്ചത്. ഇറ്റ്സ് ആംഗിൾ ബിറ്റ്വീൻ ട്രൂ ജോഗ്രഫിക് നോർത്ത് ആൻഡ് നോർത്ത് ഷോൺ ബൈ എ കോമ്പസ് നീഡിൽ അറ്റ് എ പോയിന്റ്. ഓരോ പോയിന്റിലും, അതാ രസം കേട്ടോ. ഓരോ പോയിന്റിലും അവൻ ജോഗ്രഫിക് നോർത്തും ഉണ്ട്, അവന്റെ കോമ്പസ് നീഡിൽ കാണിക്കുന്ന നോർത്തും ഉണ്ട്. ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. ഇതിന് ലെറ്റർ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ D നമുക്ക് ഉപയോഗിക്കാം. ചില സ്ഥലത്ത് ഡെൽറ്റ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഡെക്ലിനേഷന്റെ ക്യാപിറ്റൽ D കൊടുത്താൽ മതി. ചില സ്ഥലത്ത് ഡെൽറ്റ ഡെക്ലിനേഷൻ ഡെൽറ്റ എന്ന് കൊടുക്കാറുണ്ട്. ചില സ്ഥലത്ത് അങ്ങനെ അത് മതി, ഡിക്ലിനേഷൻ D ഉപയോഗിച്ചാൽ. ഇനി രസം എന്താണെന്നറിയാമോ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്,
ഈ ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ ഭൂമിയുടെ എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കുമോ അതോ ഡിഫറെന്റ് ആയിരിക്കുമോ? സെയിം ആണെന്നുള്ളവർക്ക് കൈവക്കുക. സെയിം ആണെന്നുള്ളവർക്ക് ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ ഭൂമിയുടെ എവിടെ ചെന്നാലും ഭൂമിയുടെ ഏത് സ്ഥലത്ത് ചെന്നാലും സെയിം ആയിരിക്കോ ഡിഫറെന്റ് ആയിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളവർക്ക് കൈവക്കുക. ആരും പൊക്കിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഡിഫറെന്റ് ആണ്. ഞാൻ അങ്ങനെയാണ് ചോദിക്കട്ടെ, ആഷിഖ് നാസറെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആഷിഖ് നാസർ, ഞാൻ ചോദിക്കട്ടെ, ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ കേട്ടോ, ആംഗിൾ ഓഫ് ഡെക്ലിനേഷൻ ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇതൊക്കെ 1 മാർക്ക് ആട്ടോ, ഇതൊക്കെ 1 മാർക്കാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഇക്വേറ്റർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇക്വേറ്റർ. ഈ ഇങ്ങനെ കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ ഇക്വേറ്റർ. ഇതാണ് നമ്മുടെ ഇക്വട്ടോറിയൽ റീജിയൻ എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് നമ്മുടെ ഇക്വേറ്റർ. ഈ ഇങ്ങനെ 3 ഡയമെൻഷൻ നമ്മൾ വരച്ച ഈ ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇക്വേറ്ററിൽ നിന്ന് മൂവ് ചെയ്യാം മുകളിലേക്ക്, പോളാർ റീജിയനിലേക്ക് മൂവ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ മുകളിലേക്ക് നോർത്ത് പോളിലേക്ക് അല്ലെങ്കിൽ സൗത്ത് പോളിലേക്ക് മൂവ് ചെയ്യാം. ഡെക്ലിനേഷൻ കൂടുവോ കുറയോ അതോ ഡിക്ലിനേഷൻ സെയിം ആയിരിക്കും? കൂടുവോ കുറയോ അതോ സെയിം ആയിരിക്കും? കുറയൂലേ? കുറയുന്നാണ് പറഞ്ഞത്. എന്താ വാട്ട് ഈസ് യുവർ ആൻസർ? ആൽഡ്രിനെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ചുമ്മാ ആലോചിച്ച് നോക്കിയേ. ഓരോ പോയിന്റ് എടുത്താലേ ഞാൻ ഒരു കുറച്ചുകൂടെ ക്ലൂ തരാം, ഞാൻ കുറച്ചുകൂടെ ഐഡിയ തരാം. നോക്കിട്ടോ, ഇതിപ്പോ ഒരു പോയിന്റ് ഇവിടെ 1 എടുത്തു, ഞാൻ വേറൊരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു 2, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു 3, ഇവിടെ ഒരു പോയിന്റ് എടുത്തു 3, കുറെ പോയിന്റ് എടുത്തു നോക്ക്. അങ്ങനെ പോയിന്റുകൾ എടുക്കട്ടോ. അപ്പൊ 1-ൽ ഇതാണ് ആംഗിൾ കാണിച്ചത്. 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതാണ് മാഗ്നറ്റിക് നോർത്ത്, ഇതാണ് ജോഗ്രഫിക് നോർത്ത്. ശരി. 2 എന്നൊരു പോയിന്റ് എടുത്തു, പോളാർ റീജിയനിലേക്ക് നമ്മൾ മുന്നോട്ട് പോവാ. 4, ഇവിടെ ഒരു 4, 2-3 പോയിന്റ്. ഈ 2 എന്ന് പറഞ്ഞ പോലെ ആൾഡിന്റെ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ നീ? മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് നോർത്തിലേക്ക് ഒരു വര വരയ്ക്കണം, ജോഗ്രഫിക് നോർത്തിലേക്ക് ഒരു വര വരയ്ക്കണം. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് ആദ്യം മാഗ്നറ്റിക് നോർത്തിലേക്ക് ഒരു വര വെച്ചു. ഞാൻ നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി പറയണേ കേട്ടോ, കാണാതെ പഠിക്കാനായിട്ട് ഒറ്റ പഠിക്കല് മതി. ഇങ്ങനെ ഒരു വര വെച്ചു, ഇതാണ് മാഗ്നറ്റിക് നോർത്തിലേക്ക്. ഇനി ജോഗ്രഫിക് നോർത്തിലേക്ക് വേണം. അപ്പൊ ജോഗ്രഫിക് നോർത്തിലേക്ക് വെച്ചു. ഇനി 3 എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ എത്തി. ഇവിടത്തെ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ കണ്ടുപിടിക്കുക നമ്മൾ വീണ്ടും വരയ്ക്കണം. മാഗ്നറ്റിക് നോർത്തിലേക്ക് ഒരു വര, മാഗ്നറ്റിക് നോർത്തിലേക്ക് ഇവിടുന്ന് ഒരു വര. ഇതായിരിക്കും കോമ്പസിനിൽ കാണിക്കുന്നത്. ജോഗ്രഫിക് നോർത്ത് ഇവിടെ വരും, ജോഗ്രഫിക് നോർത്ത് ഇപ്പോൾ വരും. 4 എടുത്തു, അടുത്ത പോയിന്റ് കണ്ടാ. ഇപ്പൊ എന്താ മനസ്സിലാവണേ? ഇപ്പൊ ഒന്ന് പറഞ്ഞ ആഷിഖ് നാസറെ, എങ്ങനെയാ പോളാർ റീജിയനിലേക്ക് പോകുന്നതോറും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ കൂടുവാണോ കുറയാണോ? കൂടുവാണ്. കണ്ടോ? ഇസ് ഇൻക്രീസ്. സാലിമേ ഇത് ഞാൻ ഈ വരയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? ഇത് നിങ്ങൾക്ക് ഈ സാധനത്ത് ഞാനിങ്ങനെ വരയ്ക്കുന്നത് നിങ്ങളൊരു ബുക്ക് ഇങ്ങനെ അതിന്റെ ഒപ്പം വരയ്ക്കുക. നീ കണ്ണു തിരുമ്മിക്കൊണ്ടിരുന്നാൽ കാര്യം നടക്കുമോ? കണ്ണു തിരുമാനാണോ രാവിലെ എണിച്ചിരിക്കുന്നത്? ആണോ? അങ്ങനെയാണ് ഇപ്പൊ രാവിലെ എണിച്ചിരിക്കരുത്. ഞാൻ പറയുന്നത് അതാണ്. ആ ഒരു സ്വഭാവമെങ്കിലും ഉണ്ടാവട്ടെ. എന്നാലും ചെയ്യുന്നത് ചെയ്യാൻ എനിക്ക് വേണ്ടാന്ന് വെക്കുക, ഒരു പ്രശ്നമില്ല അതിനകത്ത്. വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, ഞാനും പറഞ്ഞോളാം. അപ്പൊ എന്ത് ചെയ്യാം? Angle of declination, equator in the, when we move towards the polar region, angle of declination is increasing. It is minimum at the equator. Equator കുറവ്. പറഞ്ഞോ, ഉള്ള സംശയങ്ങളുണ്ടെങ്കിൽ കേൾക്കട്ടെ. ഉള്ള സംശയങ്ങളല്ല, മനസ്സിൽ തോന്നലുകൾ കേൾക്കട്ടെ. ചിലവരുണ്ട് ഇന്നലെ ഞാനൊന്നും ക്ലാസ്സിൽ കയറാതെ ഇന്ന് കയറിയിരിക്കുന്നവർ. എത്രത്തോളം അവർക്ക് മനസ്സിലാവുന്നതും അവരെത്രത്തോളം എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. എനിക്കങ്ങനെ പഠിപ്പിക്കണേ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത കേസാണ്. എന്താണ് പിള്ളേർക്ക് പറ്റുന്ന അറിയില്ല. റെക്കോർഡ് ക്ലാസ് ഒന്നും കണ്ടിട്ട് കാര്യമില്ല. അതൊക്കെ എന്തെങ്കിലും അത്യാവശ്യത്തിൽ കാണാൻ പറ്റും. ആ പഠനം കൊണ്ട് കാര്യമില്ല, അത് വിശ്വസിക്കുന്നവരാകുമ്പോൾ. അപ്പൊ കേട്ടോ, ഇതാണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. മാറ്റമൊന്നും എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇനി ഞാൻ ചോദിച്ചത് ഇന്ത്യയില് പറയുന്നത് ഇന്ത്യയുടെ
ഡൽഹി ഭാഗത്തേക്ക് പറയുന്നത് ഡൽഹിയിൽ 0 ഡിഗ്രി അങ്ങനെയാണ് പറഞ്ഞത്. 0 ഇക്വേറ്റർ ആണ് വലിയ കാര്യമായിട്ട് 41 മിനിറ്റ്. ചുമ്മാ വേണ്ടട്ടോ, നിങ്ങൾ അറിഞ്ഞാൽ മതി. ഭാവിയിൽ എവിടെയെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ എന്ത് മാഗ്നറ്റിസവുമായി പഠിക്കാൻ പോയാൽ മാത്രം അങ്ങനെ വരാം. പിള്ളേരെ ഇത് പഠിക്കാൻ പോണെന്ന് പറയാൻ പറ്റില്ല. 0 ഡിഗ്രി 41 ഇഞ്ച് ആണ് ഡൽഹിയിലെ ഡിക്ലിനേഷൻ. ബോംബെയിൽ അത് 0 ഡിഗ്രി 58 ഇഞ്ചാണ്, അല്ലെങ്കിൽ മിനിറ്റ് അതൊക്കെ പറയും. ഇഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മിനിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ആംഗിൾ ഒക്കെ പറയുന്നത്. അപ്പൊ ഡൽഹിയിൽ വേറെയാണ്, ബോംബെയിൽ വേറെയാണ്, ചെറിയൊരു വ്യത്യാസം. ഓക്കെ, ശരി. പിന്നെ നമുക്ക് ഇനി അടുത്ത പറയാനുള്ളത്, നമ്മൾ പറയുന്നത് കോമ്പസ് നീഡിൽ കാണിക്കുന്നത്, കോമ്പസ് നീഡിൽ കാണിക്കുന്നത് എപ്പോഴും എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ, മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? അൻവറെ ഓർക്കണ്ടോ? മാഗ്നറ്റിക് ഫീൽഡിന് നിങ്ങൾ വരച്ചു കഴിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടോ പിള്ളേരെ, സാറേ വരച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ. ഞാൻ അടുത്ത ഐഡിയയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയ ഐഡിയയിലേക്ക് പോകും. ഞാൻ മുമ്പ് പറഞ്ഞോളൂ, ചോദിക്കട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞേ, മുഹമ്മദ് ഫായിസെ, നിന്നോട് ചോദിക്കാം. ഫായിസെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ലെറ്റർ ഏതാ നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതാ? ക്യാപിറ്റൽ ബി. അബ്സല്യൂട്ട്ലി ക്യാപിറ്റൽ ബി ആണ് ഉപയോഗിക്കുന്നത്. കേട്ടോ പിള്ളേരെ, ക്യാപിറ്റൽ ബി ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ലെറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മാഗ്നറ്റിക് ഫീൽഡ്, പല മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത് നമ്മൾ BE ആണ് കേട്ടോ. BE എന്ന് എവിടെയും കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ശരി, ഇനി കോമ്പസ് നീഡിൽ എപ്പോഴും കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു. കോമ്പസ് നീഡിൽ എപ്പോഴും കാണിക്കുന്നത് ഈ BE ആണ്. അപ്പൊ നിങ്ങൾ ഇനി എപ്പോഴും എഴുതുമ്പോഴൊക്കെ നമ്മൾ ഇക്വേഷനിലേക്ക് വാൻ പോവാ. ഇതൊക്കെ തിയറി അല്ലേ? തിയറി പഠിച്ചിട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് കിടക്കും. നമ്മൾ +2 എന്ന് പറയുന്ന ഇക്വേഷനും പ്രോബ്ലം ഉണ്ടാവണം, ഇല്ലാതെ ഒരു ടോപ്പിക്കും പഠിക്കരുത്. അതാണ് +1 +2. 10ാം ക്ലാസ് വരെ തിയറി പഠിക്കാം, നമുക്ക് കുഴപ്പമില്ല. അപ്പൊ BE എന്ന് കണ്ടാൽ, പ്രോബ്ലത്തിൽ BE എന്ന് കണ്ടാൽ അത് ആരാണ്? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ കോമ്പസ് നീഡിൽ എപ്പോഴും കാണിക്കുന്നത് ഏതിന്റെ ഡയറക്ഷനിലാണ്? അമീന സിദ്ദി, കോമ്പസ് നീഡിൽ ഇങ്ങനെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോമ്പസ് നീഡിൽ അവന് ഏതിന്റെ ഡയറക്ഷനിലാണ് എപ്പോഴും കാണിക്കണേ? മാഗ്നറ്റ്, മറ്റേ എർത്തിനെ ഡിഗ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഡയറക്ഷനിൽ. അതായത് ആ മാഗ്നറ്റ്, എർത്തിന് ഡിഗ് ചെയ്ത് കുഴിച്ചിട്ടിരിക്കുന്ന മാഗ്നറ്റ്, അതായത് അതാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ കോമ്പസ് നീഡിൽ എപ്പോഴും കാണിക്കുന്ന ഏതിന്റെ ഡയറക്ഷനിലാണെന്ന് വെച്ചാൽ ഇക്വേഷൻസ് നമ്മൾ പറയും BE-യുടെ ഡയറക്ഷനിലാണ്. ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ BE, എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ദ കോമ്പസ് നീഡിൽ അലൈൻസ്. അപ്പൊ കോമ്പസ് നീഡിൽ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കുക, ആ ഡയറക്ഷനിൽ നിങ്ങൾ നേരെ പോയാൽ നിങ്ങൾ എത്തുന്നത് ഭൂമിയുടെ ഉള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന മാഗ്നറ്റിന്റെ സൗത്ത് പോളിൽ എത്തും. അവിടെ എത്തും നമ്മൾ അവസാനം എന്നാണ് പറയുന്നത്. ഓക്കെ, ഡൗട്ടിനെ അപ്പത് ഓരോ സ്റ്റെപ്പും ഡൗട്ട് വരാട്ടോ. അപ്പൊ ഡൗട്ടിനെ അപ്പൊ തന്നെ വിളിച്ചോളൂ, സാർ അതെന്താ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ചോദിച്ചോളൂ. അപ്പൊ നോക്കട്ടോ പിള്ളേരെ, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഒരു സ്ഥലത്ത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ അപ്പൊ നമ്മൾ ഇക്വേറ്ററിൽ നിൽക്കുമായിരുന്നു. ഇക്വേറ്ററിൽ ആദ്യം ഇവിടെ നിൽക്കുമായിരുന്നു, ഇക്വേറ്ററിന്റെ ഈ ഭാഗത്ത് നിൽക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ കാണിച്ചു, ഞാൻ നേരെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. നേരെ കാണിക്കാത്ത എന്താ നോക്കിട്ടോ, ശ്രദ്ധിച്ചോട്ടോ പിള്ളേരെ. എന്റെ കൈ നോക്കി ക്ലിയർ ആണോ നോക്കിയോളൂ കേട്ടോ, ക്ലിയർ ആണോ എന്ന് നിങ്ങൾ നോക്കിയോളണം. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ നോക്കിയോളൂ. എന്റെ വിരൽ ഇവിടെ ഇരിക്കണ്ടല്ലോ, ഇവിടെയാണ് കുഴിച്ചിട്ടാക്കണ, ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്ന സൗത്ത് പോൾ, അതായത് മാഗ്നറ്റിക് നോർത്ത്. ഇതാണ് നമ്മുടെ കോമ്പസ് നീഡിൽ. അപ്പൊ കോമ്പസ് നീഡിൽ ഇങ്ങനെ കാണിക്കും കേട്ടോ. എന്റെ ഈ ചൂണ്ട് വിരലിന്റെ അങ്ങോട്ട് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. കോമ്പസ് നീഡിൽ നമ്മൾ ഇങ്ങനെ തിരിച്ചു വെച്ചപ്പോ ഒന്ന് കൂട്ടിക്കോ, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വിട്ടു, അവൻ കറങ്ങി ഇങ്ങനെ വരും കേട്ടോ. കോമ്പസ് നീഡിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു, അത് വിട്ട് ഇങ്ങനെ വരും. എല്ലാ കോമ്പസ് നീഡിലും ഇങ്ങനെ നിൽക്കും. നമ്മുടെ ഈ ഇക്വേറ്ററിലെ എല്ലാ കോമ്പസ് നീഡിലും ഇങ്ങനെ നിൽക്കും. നിങ്ങൾ ഇങ്ങനെ വിളിച്ച് വിട്ടോ, കറങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കും കണ്ടോ. ക്ലിയർ? ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ടോ? തനാട്ടിക്ക് മനസ്സിലാവണ്ടോ? ക്ലിയർ? ഓക്കെ. അപ്പൊ എന്ത് കറക്കി വിട്ടാലും അത് കറങ്ങി ഇങ്ങനെ വന്ന് നിൽക്കും. നമ്മുടെ ഈ ഇവിടെ പൂച്ചിട്ടാണ് സ്ഥലത്തേക്ക് വന്ന് ഇങ്ങനെ നിൽക്കും. പിന്നെ അവൻ അനങ്ങില്ല, അങ്ങനെ നിൽക്കും. ശരി. പക്ഷെ ഇക്വേറ്ററിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോ മാഗ്നറ്റിക് ഫീൽഡ് വളയാൻ തുടങ്ങും. എന്ത് ചെയ്യുന്നറിയോ? കോമ്പസ് നീഡില് കുറച്ച് കഴിയുമ്പോ കോമ്പസ് നീഡിൽ എന്ത് ചെയ്യുന്നറിയോ? കോമ്പസ് നീഡിൽ അല്പം താഴും.
ഒരല്പം കൂടി താഴാൻ തുടങ്ങും, പൊട്ടിക്കും താഴും. എന്താ ഇപ്പൊ ഡയറക്ഷൻ അങ്ങോട്ട് തന്നെ, ചൂണ്ടുവിരലിന്റെ അങ്ങോട്ട് തന്നെ. നോക്കി, ഡയറക്ഷൻ ചൂണ്ടുവിരലിന്റെ എവിടെയാണ് പൂച്ചിട്ട് അങ്ങോട്ട് തന്നെ. പക്ഷെ ഈ ഇക്വേറ്ററിൽ വെച്ച് അവൻ ഇങ്ങനെ പരന്നാ നിന്നത്, ഇങ്ങനെ നിന്ന്. പക്ഷെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഒരു മാഗ്നിഫൈഡ് ഇങ്ങനെ ആവാൻ തുടങ്ങുക. അപ്പൊ മാഗ്നിഫൈഡ് ഇങ്ങനെ വളയാൻ തുടങ്ങുക. അപ്പൊ കോമ്പസ് ഫീൽഡില് ഒരിത്തിരി നേരെ പരന്ന് നിൽക്കുന്ന ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്ന കോമ്പസ് ഫീൽഡില്, അത് ഇങ്ങനെ നിൽക്കുന്ന കോമ്പസ് ഫീൽഡില് ഇതിന്റെ തുമ്പ് ഒരൽപ്പം കൂടെ താഴും. എന്താ, ഇക്വേറ്ററിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വളയാൻ തുടങ്ങുക. സ്ഥലം അങ്ങോട്ട് തന്നെ, കാണിക്കുന്നത് അങ്ങോട്ട് തന്നെ, പക്ഷെ അവനെ എന്ത് ചെയ്യും, ഇങ്ങനെ വളയാൻ തുടങ്ങും. അപ്പൊ ഒരു ഇത്തിരി ഇങ്ങോട്ട് താഴത്തേക്കാവും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നിന്ന് ഒരൽപ്പം കൂടെ താഴും. കണ്ട, ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ എങ്ങനെ എഴുതണം? ഞാൻ പറയുന്നതിൽ നിന്നും കിട്ടുന്ന കുറെ എസൻസ് ഉണ്ട്, നിങ്ങൾക്ക് തിരിയുന്നത്. ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആവണമെന്നില്ല, നോ പ്രോബ്ലം. നിങ്ങൾക്കൊരു സാധനം തിരിയും, നിങ്ങൾക്ക് സാധനം തോന്നും, അത് നിങ്ങൾ എഴുതി വരെ. എന്നോട് ചിലർ ചോദിക്കും, സാർ അതാണോ അത് അങ്ങനെ, സാർ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ. ചിലപ്പോൾ ശരിയോ തെറ്റോ, പക്ഷെ അപ്പൊ സോ യു ആർ ഇൻ ടച്ച് വിത്ത് ദ ടോപ്പിക് എന്നാണ്. എന്ത് ടോപ്പിക് പഠിച്ചാലും നമുക്കൊരു ടച്ച്, അത് നമ്മൾ എഴുതി വെക്കും. ഇന്നതാട്ടോ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞോ, പ്രശ്നങ്ങൾ പറഞ്ഞോട്ടോ, പ്രശ്നങ്ങൾ പറഞ്ഞോളാം. പ്രശ്നങ്ങൾ പറയാൻ റെഡി ആവണം, അവിടെ ക്ലാസ് ആവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ഒരു ഇത്തിരി ഇങ്ങോട്ട് താഴും. എവിടെ നിന്നാ താഴെ, ഏത് ഡയറക്ഷനെ താഴെ എന്നാ പറഞ്ഞ ഐഷാഹന? ഏത് ഡയറക്ഷനെ സാധാരണ അവനെ എങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ഇക്വേറ്ററിൽ വെച്ച്? നേരെ. നേരെ എന്നുള്ള വാക്ക് നമ്മൾ എന്താ ഉപയോഗിക്കുന്ന ഫിസിക്സില്? നേരെ, നേരെ കുത്തനെ, നേരെ കുത്തനെ, രണ്ട് വാക്ക്. വെർട്ടിക്കലും ഹൊറിസോണ്ടലും, അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കണം. വെർട്ടിക്കലും ഹൊറിസോണ്ടലും. അപ്പൊ യഥാർത്ഥത്തിൽ ഇവനെ നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ആളെ യു ഹാവ് സ്റ്റഡീഡ് ഇൻ വെക്ടർ. വെക്ടറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവനെ രണ്ടാക്കി നമുക്ക് തിരിക്കാം. ഒന്ന് അവന്റെ ഹൊറിസോണ്ടൽ, മറ്റത് അവന്റെ വെർട്ടിക്കൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യും, ഇവനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആക്കാനുള്ള പരിപാടി നമുക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ആക്കാം, നമുക്ക് ഇവനെ പൊളിക്കാം. നമുക്ക് ഹൊറിസോണ്ടൽ ഒന്ന് വെർട്ടിക്കലായിട്ട് ഇവനെ പൊളിക്കാം. ചെരിഞ്ഞ ഒരാളെ നമുക്ക് ഹൊറിസോണ്ടൽ ആക്കാം, വെർട്ടിക്കൽ ആക്കാം. രണ്ട് കഷ്ടാക്കി പഠിക്കാം. റെക്ടാങ്കുലർ കമ്പോണൻസ് നമ്മൾ പഠിച്ചാക്കണേ. ഓക്കെ, അപ്പൊ ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. HE horizontal component of Earth's magnetic field. VE vertical component of Earth's magnetic field. Earth's magnetic field ന്റെ vertical component. അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് ചെരിഞ്ഞത് കൊണ്ട് നമുക്ക് രണ്ട് കഷ്ണാക്കാം. ഹൊറിസോണ്ടലും ഉണ്ട്, വെർട്ടിക്കലും ഉണ്ട്. കണ്ടോ? ക്ലിയർ? ഇവിടെ ഒരു ആംഗിൾ കണ്ടോ? ഇവിടെ ഒരു ആംഗിൾ കണ്ടോ? ഈ ആംഗിൾ എന്താ ആംഗിളാ ശരിക്കും? അന്നറേഷൻ. ഇത് എന്താ ആംഗിളാണ്? എന്ത് ആംഗിളാണ് ഇത്? എന്ത് സംഭവിച്ച ആംഗിളാണ് അന്നറേഷൻ? അല്ല, അങ്ങനെയല്ല. ശരിക്കും എന്ത് സംഭവിച്ചതാ? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഒരു 10 ഡിഗ്രി എന്ന് വെച്ചാൽ ശരിക്കും എന്ത് സംഭവിച്ചതാ? പ്രാക്ടിക്കലി എന്ത് സംഭവിച്ചതാ? മനസ്സിലായില്ല? ഞാൻ പറയാം കേട്ടോ. അഭിരാമി ശരിക്കും എന്ത് സംഭവിച്ചതാ? ഈ ആംഗിൾ എന്ത് സംഭവിച്ചതാ? ഞാൻ അതല്ല ചോദിച്ചു. ഞാൻ അങ്ങോട്ട് പോയില്ലേ, നിങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ഞാൻ സാധാ ചോദ്യം ചോദിക്കും. ഇത് എന്ത് സംഭവിച്ചു എന്നാ ഞാൻ പറഞ്ഞത്. ഇത് എന്ത് സംഭവിച്ച ആംഗിളാണ്? പ്രാക്ടിക്കലി എന്ത് സംഭവിച്ചതാ? ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്തപ്പോ, പറഞ്ഞോ, ഇക്വേറ്റർ മൂവ് ചെയ്തപ്പോ ആരാ മാഗ്നറ്റിക് ഫീൽഡ് വളയുന്നതുകൊണ്ട് ആരാ കാണുന്നത്? ഞാൻ ചോദിച്ചത്, മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വളയുമ്പോ ആ മാഗ്നറ്റിക് ഫീൽഡ് അനുസരിച്ച് ആരാണ് അങ്ങോട്ട് താഴ്ന്നത്? നേരെ നിന്ന ആള് ആരാണ് താഴ്ന്നത്? കോമ്പസ് നീഡിൽ. കോമ്പസ് നീഡിലാണ് നിങ്ങൾ താഴ്ന്നത്.
കോമ്പസ് സ്പീഡിൽ ഇങ്ങനെയുള്ള ഡയറക്ഷൻ കാണിച്ചുകൊണ്ടിരുന്നതാണ്. കുറച്ച് പെട്ടെന്ന് കോമ്പസ് സ്പീഡ് ഇത്തിരി താഴും. ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ഇങ്ങനെ വളഞ്ഞു. അപ്പൊ അതിന്റെ ഡയറക്ഷൻ വളഞ്ഞതുകൊണ്ട് കോമ്പസ് സ്പീഡിനനുസരിച്ച് താഴും എന്നുള്ളതിന്റെ വാക്ക് ഡിപ്ഡ്, മുക്കുക, മുങ്ങും. അപ്പൊ ഈ ആംഗിളിൽ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്പ്. ചുമ്മാ പഠിക്കല്ല, ആംഗിൾ ഓഫ് ഡിപ്പ് എന്നാണ് ഇതിന്റെ പേര്. ആംഗിൾ ഓഫ് ഡിപ്പ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിക്കോളൂ. അപ്പൊ നേരത്തെ അഭിരാമി പറഞ്ഞത് ആ ബുക്കിൽ നോക്കിയാ പറഞ്ഞത് ഇത്രയെങ്കിലും. അന്നെ പറയാൻ പറ്റാതിരുന്നാലും അഭിരാമി ബുക്കിൽ നോക്കിയാ പറഞ്ഞത് നമ്മൾ ഇക്വേറ്ററിന് മൂവ് ചെയ്യുമ്പോൾ അതേപോലെ കുറെ ഐഡിയ നമുക്ക് കിടക്കണം. അത് പരീക്ഷയ്ക്ക് വേണ്ടിയല്ല, നമുക്ക് കാര്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവാൻ, ടച്ച് ഉണ്ടാവാൻ. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്പ് ഇതിനൊരു പേര് എവിടെയുണ്ട്, ഓർ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഇൻക്ലൈൻഡ് എന്ന് വെച്ചാൽ ചെരിവുന്ന, ഇൻക്ലിനേഷൻ എന്നൂടെ പറയാറുണ്ട്. അതുകൊണ്ട് ലെറ്റർ ഐ എന്ന് ചിലപ്പോൾ കൊടുക്കും. ലെറ്റർ ഇത്തിരി മാറി ചിലവർ ഉപയോഗിക്കാറുണ്ട്, പേടിക്കേണ്ടത്. ഇവിടെ ഡെൽറ്റ ചിലവർ ഉപയോഗിക്കാറുണ്ട്. ഇൻക്ലിനേഷൻ ഐ ഏറ്റവും നല്ലത്. മറ്റേത് ഡിക്ലിനേഷൻ ഡി, ഇവിടെ ഇൻക്ലിനേഷൻ ഐ. ഇതാണ് ഐ. ഉണ്ടോ? അപ്പൊ എന്താണ് ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് ചോദിക്കും. ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് ചോദിക്കും. അപ്പൊ ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ അപ്പൊ BE ആൻഡ് HE ഷോർട്ട് ഓർത്തിരിക്കാൻ, പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് H. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എന്ത് വരിക, ഇറ്റ് ഈസ് ആംഗിൾ in which the magnetic field of earth made with its horizontal component. അപ്പൊ എന്ത് ചെയ്തു, ആംഗിൾ മെയ്ഡ് അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ, അങ്ങനെ മതി. ആംഗിൾ ബിറ്റ്വീൻ ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതാരാ, BE. എളുപ്പത്തിൽ പഠിച്ചിരുന്നാൽ മതി. ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് BE ആൻഡ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, അല്ലെങ്കിൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് HE. Angle between Earth's magnetic field BE and the horizontal component of Earth's magnetic field HE. Okay, clear. എന്തെങ്കിലും പറയാനുണ്ടാവും. Something you should have. മനസ്സിൽ തോന്നട്ടെ, കുറച്ച് ചോദ്യങ്ങൾ തോന്നട്ടെ. പറഞ്ഞോ, ഐഷ സലീം പറഞ്ഞോ. അതെ അത് തന്നെ. അതായത് നമ്മളിത് നേരെ സൗത്ത് പോളിലേക്ക് പോയാൽ അതിങ്ങനെ നേരെ മുകളിലേക്ക് പോകും. ഇതിപ്പോ താന്നു എന്ന് പറയുന്നത് അതാണ്. പറഞ്ഞോ. അതനുസരിച്ച്, അത് മൂവ്മെന്റ് അനുസരിച്ചിരിക്കും എങ്ങനെയാണ് നമ്മൾ ഇക്വേറ്ററിന് എത്രത്തോളം മൂവ് ചെയ്തു എന്നുള്ളത്. അത് രണ്ട് പോളാർ റീജിയനിലേക്ക് പോയാലും ഇത് ശരിയും. ഒരാൾ മുകളിലേക്കാണെങ്കിൽ ഒരാൾ ശരിക്കും മുകളിലേക്ക് താഴ്ച ഞാൻ കുറച്ചുകൂടെ പറയുമ്പോൾ മനസ്സിലാവും. മുകളിലേക്കാണോ എന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാണിച്ചാൽ നോക്കി. പിന്നെ പറഞ്ഞു ഐശ്വര ആൻസറിലേക്ക് ഞാൻ വരും. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അടുത്ത ആൻസർ പറയുമ്പോൾ അതിനനുസരിച്ച് ഒപ്പിച്ച് ഞാൻ ആൻസർ പറയും. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കാൻ പറയണേ. കൂടുതൽ കുട്ടികൾ ചിലപ്പോൾ ചോദിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കായിരിക്കും. പക്ഷെ അത് ചോദിക്കുമ്പോൾ ചിലത് ഞാൻ വിട്ടുപോകുന്നത് അതിനകത്ത് ആഡ് ഓൺ ചെയ്യും. വിട്ടുപോകാൻ സാധ്യതയുണ്ട്, അത് ആഡ് ഓൺ ചെയ്ത് പറയും. അപ്പൊ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് സംതിങ് ആഫ്റ്റർ ദ എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് ടോപ്പിക് സംതിങ് യു ഹാവ് ടു ആസ്ക്. അത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥമില്ല. പറഞ്ഞേ കേൾക്കട്ടെ. കുഴപ്പമില്ല. ഓക്കെ, മുന്നോട്ട് പോവാം. കുഴപ്പമില്ലാന്നല്ല കുഴപ്പമാണെന്നാ ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുള്ളി ചോദിക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് പറയും, അല്ലെങ്കിൽ അത് കുഴപ്പമാണ്. നോക്കിയോ, നമ്മൾ പറയുന്നത് ഇക്വേറ്ററിൽ ഇയാൾ 0 ആയ
ഇക്വേറ്ററിൽ ആര് 0 ആണ്? ഇൻക്ലിനേഷൻ 0 ആണ് അറ്റ് ഇക്വേറ്റർ. ഇക്വേറ്ററിൽ ആര് 0 ആണ്? ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഡിപ്പ് 0 ആണ്, 0 ഡിഗ്രി. അത് പോളാർ റീജിയനിലേക്ക് പോകുന്തോറും മാറ്റം വരും. എന്താ സംഭവിക്കണം നോക്കി കേട്ടോ, ശരിക്കും കേട്ടോ. ഇത് നോക്കി, ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കോ, നിങ്ങൾ ചിന്തിച്ചോളൂ. പോളാർ റീജിയനിലേക്ക് പോകുന്തോറും എന്താ സംഭവിക്കുക നോക്കി. ഇവിടെയാണ് ശ്രദ്ധിച്ചോ, ഇവിടെയാണ് നമ്മൾ പോളാർ റീജിയൻ പറഞ്ഞത്. ഈ ഏരിയയിലാണ് പോളാർ റീജിയൻ പറഞ്ഞത്. കേട്ടോട്ടെ, മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വന്നിട്ടേ, ഇപ്പൊ ഇവിടെയാണ് പോളാർ റീജിയൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്നിട്ട് കണ്ടാ, ഇങ്ങനെ നിന്ന മാഗ്നറ്റിക് ഫീൽഡ്, എന്റെ വിരലാട്ടോ മാഗ്നറ്റിക് ഫീൽഡ്, വിരലുകളാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ വളയാൻ തുടങ്ങും. ഈ തുമ്പത്തുമ്പത്ത് ഇങ്ങനെ വളയാൻ തുടങ്ങും. ഇക്വേറ്ററിൽ സ്ട്രെയിറ്റ്, ഇവിടെയൊക്കെ സ്ട്രെയിറ്റ്, ഇവിടെയൊക്കെ സ്ട്രെയിറ്റ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ വളയാൻ തുടങ്ങും. ഇങ്ങനെ വളയാൻ തുടങ്ങും. ഇങ്ങനെ വളഞ്ഞ് ഇവിടെ എന്താവും, ഇങ്ങനെയാവും. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിന്ന ആള്, വിരലുകൾ നോക്കട്ടെ, എന്റെ വിരല് ഇങ്ങനെ നിന്ന ആള് ഇവിടെ സ്ട്രെയിറ്റ് ആയിരുന്നു, ഫ്രണ്ടിലേക്ക് പോയപ്പോ ഇത്തിരി വളഞ്ഞു 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 അവൻ ഇങ്ങനെയായി. നോക്കിയേ, ഇങ്ങനെയായി. അപ്പൊ കോമ്പസ് ഫീൽഡ് താഴെ നോക്കി കേട്ടോ. കോമ്പസ് ഫീൽഡ് ഇങ്ങനെ നിന്ന കോമ്പസ് ഫീൽഡില് ഇവിടെ ഇങ്ങനെ കോമ്പസ് ഫീൽഡ് നിന്നു. കുറച്ച് കോമ്പസ് ഫീൽഡ് ഇങ്ങനെ താന്നു, ഇങ്ങനെ താന്നു. എന്നിട്ട് അവൻ ഇങ്ങനെ ഇളകും. ഇങ്ങനെ നിൽക്കുന്ന ആള് കറങ്ങി ഇങ്ങനെ വരും, പക്ഷെ താന്നിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ നിന്ന ആള് നിങ്ങൾ കറക്കി വിട്ടാൽ അവൻ ഇവിടെ ഒന്ന് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ കാണിക്കും. എന്റെ വിരലിലേക്ക് കാണിക്കും, ചൂണ്ട് വിരലിലേക്ക് കാണിക്കും, എന്റെ ഈ പോളിലേക്ക് കാണിച്ചോളൂ. ഡയറക്ഷനൊക്കെ കാണിക്കും, പക്ഷെ ഫ്രണ്ടിലേക്ക് പോകുന്നവർ ഇത്തിരി താഴും, താന്നിട്ട് ഡയറക്ഷൻ കാണിക്കുന്നത്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ താഴും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, അങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നവർക്ക് താഴും. അപ്പൊ കോമ്പസ് നീഡിലിന് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആരാ പറഞ്ഞേ? കോമ്പസ് നീഡിലിന് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ആർക്കെങ്കിലും പറയാമോ? ഒന്ന് ഓർത്ത് നോക്കിയേ. കോമ്പസ് നീഡിൽ ഇങ്ങനെ നിൽക്കുന്ന ആളാ, കോമ്പസ് നീഡിൽ ഇങ്ങനെ നിൽക്കുന്ന ആളാ, ഇങ്ങനെ കോമ്പസ് നീഡിൽ ഇങ്ങനെ കറങ്ങുന്ന ആളാ. അപ്പൊ കുറച്ചിങ്ങനെ താഴും, ഒത്തിരി താഴും. എന്ത് സംഭവിക്കും കുറച്ച് കഴിയുമ്പോൾ? കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് പറയും, ഇപ്പൊ 2 പേരെ 3 പേരെ കൈപൊക്കിയാക്കണേ. അതിന് കാരണം നിങ്ങൾ ഇതിന് മുമ്പത്തെ ടോപ്പിക്ക് എന്നോട് ചോദിക്കാത്തതാണ് പ്രശ്നം. എന്ത് സംഭവിക്കും ഒന്ന് പറഞ്ഞു നോക്കിയാൽ. ഷെറിൻ തോമസ്, ഷെറിൻ അച്ചു എന്ന് പറഞ്ഞു നോക്കി, എന്ത് സംഭവിക്കും? കോമ്പസ് ഫീൽഡിൽ എന്ത് സംഭവിക്കും കുറച്ച് കഴിയുമ്പോൾ? അന്ന് താഴെ എന്ത് സംഭവിക്കും? ഇതാണ് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടിരുന്ന ചോദ്യം. നോക്കിയേ, കോമ്പസ് ഫീൽഡിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഇങ്ങനെ നിൽക്കുന്ന ആളാ കോമ്പസ് ഫീൽഡിൽ. നിങ്ങൾ താഴെ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എത്രത്തോളം താഴും ഷെറിനെ? എത്രത്തോളം താഴും? അത് എത്രത്തോളം താഴാൻ പറ്റും അതിന്? ഇതാണ് കോമ്പസ് ഫീൽഡ്. നോർത്ത് നോക്കി, ഇതാണ് കോമ്പസ് ഫീൽഡ്. എത്രത്തോളം അവന് താഴാൻ പറ്റും? ഇതാണ് കോമ്പസ് ഫീൽഡ് എന്ന് പറഞ്ഞ സാധനം. ആലോചിച്ച് നോക്കി, നിൽക്കുന്ന കറങ്ങുന്ന സ്ഥാനത്ത് എത്രത്തോളം താഴാൻ പറ്റും? അഹലെ എന്ന് പറഞ്ഞു നോക്കി, അഹലെ എന്ത് പറ്റും കുറച്ച് കഴിയുമ്പോൾ? താന്ന് എന്തായി പറഞ്ഞറിയോ? ഒന്നല്ലെങ്കിൽ അത് ചിലപ്പോ ചാടിപ്പോകും. നോക്കി, ഇങ്ങനെ നിൽക്കുന്ന ആള് ഇങ്ങനെ താന്നാൽ ഇത് ചാടിപ്പോവാനാ അതിനകത്ത്. അല്ലെങ്കിൽ ആ നിലത്ത് പോയി ഇതിന്റെ ഗ്ലാസ്സിൽ പോയി മുട്ടും. നമ്മളൊരു ഗ്ലാസ് ഇട്ടല്ലേ, താനാ ഗ്ലാസ്സിൽ പോയി മുട്ടൂലേ? നമ്മളെങ്ങനെ ഇവിടെ ഗ്ലാസ് ഇട്ടാക്കണേ? ഇങ്ങനെ കറങ്ങാനല്ലേ നമ്മൾ ഇട്ടാക്കണേ? ഇങ്ങനെയല്ലേ മൂവ് ചെയ്യണേ? മുകളിലും താഴെയും ഗ്ലാസ് ആണ്. ഇവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണേ. നമ്മളിത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ താന്ന് തന്നെ ഈ ഗ്ലാസ്സിൽ പോയി മുട്ടും. പിന്നെ വർക്ക് ചെയ്യില്ല. കോമ്പസ് നീഡിൽ വിൽ നോട്ട് വർക്ക്. അങ്ങനെ വർക്ക് ചെയ്യണേ? വർക്ക് ചെയ്യാൻ പറ്റൂല്ലോ. അപ്പൊ വാട്ട് ഹാപ്പൻസ് ടു ഒരു ഇമ്പോർട്ടന്റ് ഹെഡിങ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് ഇപ്പൊ വേണ്ട, പിന്നെ നോക്കിയാൽ ഒരു ഷെയ്ഡഡ് പോർഷനിൽ വാട്ട് ഹാപ്പൻസ് ടു മൈ കോമ്പസ് നീഡിൽ വെൻ ഐ മൂവ് ടുവേഴ്സ് ദ പോളാർ റീജിയൻ. പോളാർ റീജിയനിലേക്ക് പോകുന്നത് എന്ത് സംഭവിക്കുന്നു? എന്റെ കോമ്പസ് നീഡിൽ വിൽ നോട്ട് വർക്ക്. ആഫ്റ്റർ ഡിസ്റ്റൻസ് ഇറ്റ് വിൽ നോട്ട് വർക്ക്. ബിക്കോസ് അത് മൂവ് ചെയ്ത് ഇറ്റ് വിൽ ഗെറ്റ് സ്റ്റക്ക് ആയി പോകും. വലിയ ചാടിപ്പോ മോളിൽ താന്ന് കുറെ സഞ്ചരിക്കുന്ന കേട്ടോ. ഇന്ത്യക്ക് കഴിഞ്ഞ പല രാജ്യങ്ങൾ കഴിഞ്ഞ് പോകുമ്പോഴേ പറയണം. നമ്മുടെ രാജ്യത്ത് തന്നെ ഇല്ല, നമ്മുടെ നാട്ടിലെ വ്യത്യാസം കണ്ടില്ലേ? ബോംബെ തമ്മിൽ ഡിഗ്രിക്ക് ഒരു ഡിഗ്രി പോലും വ്യത്യാസമില്ല, മിനിറ്റുകളാ വ്യത്യാസമുള്ളത്. അപ്പൊ നമ്മുടെ രാജ്യത്തില്ല, രാജ്യമൊക്കെ കഴിഞ്ഞ് ബോർഡർ കഴിഞ്ഞ് അടുത്ത രാജ്യം കഴിഞ്ഞ് അങ്ങനെ അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോ കുറെ അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോ കോമ്പസ് നീഡിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും. നാച്ചുറലി ഫീൽ ചെയ്യുന്നതാണേ പറയണം. കാരണം ആംഗിൾ ഓഫ് എന്ത് കൂടിക്കൊണ്ടിരിക്കും?
എന്താ കൂടിക്കൊണ്ടിരിക്കണേ പറഞ്ഞ മറ്റേ നാഷണൽ ബിനോഫൻ ബിക്കോസ് വെൻ വി മൂവ് ഫ്രം ദ ഇക്വേറ്റർ ടുവേഴ്സ് പോളാർ റീജിയൻ which factor is increasing? Angle of inclination or angle of dip is increasing. എന്റെ അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോ. അടുത്ത ചോദ്യം നിങ്ങൾക്ക് സംശയമില്ല എന്ന് പറഞ്ഞല്ലേ. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നത്, what will happen when it reaches at the poles? പോളാർ റീജിയനിൽ എത്തിക്കഴിയുമ്പോൾ എത്രയാവും? എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊന്ന് എല്ലാവരും ആലോചിച്ച് നോക്കി. പോളാർ റീജിയനിൽ എത്തിക്കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും കോമ്പസ് നീഡിൽ നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ കയ്യിൽ ഒരു കോമ്പസ് നീഡിൽ ഉണ്ടെങ്കിൽ പോളാർ റീജിയനിൽ എത്തുമ്പോൾ എന്തായിരിക്കും അവന്റെ അവസ്ഥ? എങ്ങനെയായിരിക്കും നിൽക്കണേ? ഒന്ന് പറഞ്ഞേ നിഹാലെ, എങ്ങനെയായിരിക്കും? ഒന്ന് പറഞ്ഞു, നീ ഊഹിച്ചെന്ന് പറഞ്ഞു, വെറുതെ ഒന്ന് ആലോചിച്ച് പറഞ്ഞു. കോമ്പസ് നീഡിൽ എങ്ങനെ നിൽക്കും? പോളാർ റീജിയനിൽ എത്തുമ്പോൾ വളരെ സ്റ്റക്കായി. പോളാർ റീജിയൻ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും കോമ്പസ് നീഡിൽ നിൽക്കണം? വളരെ സ്റ്റക്കായി. കുറച്ച് കഴിയുമ്പോൾ സ്റ്റക്കാവെന്ന് പറഞ്ഞു. ശരിക്കും എങ്ങനെയായിരിക്കും പോളാർ റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കേണ്ടത്? കോമ്പസ് നീഡിൽ എങ്ങനെയായിരിക്കും കാണിക്കേണ്ടത്? യഥാർത്ഥം കറക്റ്റ് പോളാർ റീജിയനിൽ എത്തും. കുത്തനെ കാണിക്കണം. അബ്സല്യൂട്ട്ലി കുത്തനെ കാണിക്കണം. എങ്ങനെ? ഭൂമിയിലേക്ക് ഇങ്ങനെ കുത്തനെ കാണിക്കണം. അപ്പൊ ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ കോമ്പസ് നീഡിൽ നിൽക്കണമെങ്കിൽ ഇനി കേട്ടോ, ഇങ്ങനെ നിൽക്കണം. ഞാൻ പറഞ്ഞ ശരിക്കും ശ്രദ്ധിച്ചോട്ടോ, നോക്കട്ടോ, ഞാൻ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഇത് നമ്മളൊരു മനസ്സിലാക്കലുമായി ബന്ധപ്പെട്ടതായത്, ആൻസറായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇവിടെയാണ് നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് NM. ഇവിടെയാണ് NM. നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. എവിടെ? ഇപ്പുറ സൈഡിലാണ് നമ്മൾ എത്തി. NM ഇവിടെയാണ്. അപ്പൊ ഈ കോമ്പസ് നീഡിൽ എങ്ങനെ കാണിക്കണം എന്നറിയോ? ഇങ്ങനെയാണ് കോമ്പസ് നീഡിൽ ഇവിടെ എത്തി നിൽക്കുള്ളൂ. ഈ പോളാർ റീജിയൻ മൊത്തം അവൻ ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ കോമ്പസ് നീഡിൽ ഇവിടെ നിൽക്കുന്ന കോമ്പസ് എങ്ങനെ കാണിക്കുന്നു അറിയാം? ഇങ്ങനെ കാണിക്കും. ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ കോമ്പസ് നീഡിൽ ഇവിടെയാണ് നമ്മൾ നിൽക്കണമെങ്കിൽ കോമ്പസ് നീഡിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണിക്കേണ്ട ഇങ്ങനെ ഇവിടെയാട്ടോ എന്ന് പറയും. നമ്മൾ മൂവ് ചെയ്ത് ഇവിടെ വരുമ്പോൾ അവൻ ഇങ്ങനെ നേരെ നിൽക്കും. ഇപ്പറെ ചെല്ലണെങ്കിൽ അവൻ പറയും ഇങ്ങോട്ടാട്ടോ എന്ന് പറയും. ഇവിടെ ചെല്ലുമ്പോൾ ഇവൻ പറയും ഇങ്ങോട്ടാട്ടോ എന്ന് പറയും. അപ്പൊ ഇവൻ എങ്ങനെ മൂവ് ചെയ്യണം എന്നറിയോ? That compass needle in that region, in that polar region, should move like this. അങ്ങനെ മൂവ് ചെയ്യണം. ആ റീജിയനിൽ എത്തുമ്പോൾ ഇങ്ങനെയല്ലേ മൂവ് ചെയ്യണേ? അല്ല ഇങ്ങനെ മൂവ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ മൂവ് ചെയ്തിട്ട് കാര്യമില്ല. ഈ മൂവ്മെന്റ് കൊണ്ട് കാര്യമില്ല. ഇങ്ങനെ പിടിച്ച് ഈ മൂവ്മെന്റ് കൊണ്ട് കാര്യമില്ല. ഈ മൂവ്മെന്റ് എവിടെയാ? ഇക്വേറ്ററില. ഇങ്ങോട്ടാട്ടോ എന്ന് പറയും. ഇത് ഇക്വേറ്ററില. പോളാർ റീജിയൻ എത്തുമ്പോൾ ഇങ്ങനെ പിടിക്കണം. ഞാൻ പിടിച്ചാണോക്കെ ഇക്വേറ്ററിൽ ഇങ്ങനെ പിടിക്കണം. ഇതിനെന്തെന്നാ ഞാൻ പറയണേ? ഇത് പഠിപ്പിച്ചതാ. ഇതിന് എന്തെന്ന് പറയണ പഠിപ്പിച്ചേ? ഓർക്കണ്ട അമാൻ മുഹമ്മദ്? ഇങ്ങനെ ഞാൻ പിടിക്കുന്ന ഒരു വാക്ക് നിങ്ങളെ പഠിപ്പിച്ചു. ഓർക്കണ്ട, ഒരു വാക്ക് ഞാൻ പഠിപ്പിച്ചു. ഹൊറിസോണ്ടലി എന്നല്ല, ഇങ്ങനെ. അത് മൂവ്മെന്റാ. ഞാൻ ഇങ്ങനെ പിടിപ്പിക്കണ ഒരു വാക്ക് പഠിപ്പിച്ചു, ഒരു പ്രത്യേക വാക്ക് പഠിപ്പിച്ചു. അതില്ലേ സി ഒന്ന് പറയാ? സി കേട്ടെ. പൈവട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെ പിടിപ്പിക്കണേ? നമ്മളെ ഇക്വേറ്ററിൽ എങ്ങനെ പിടിപ്പിച്ചാണ്? ഇതെങ്ങനെ പിടിപ്പിച്ചാണ്? ഒന്ന് പറഞ്ഞ സലാഹുദ്ദീനെ, ഇത് എങ്ങനെ പിടിപ്പിച്ചാക്കണേ? വെർട്ടിക്കലി ആണോ ഹൊറിസോണ്ടലി ആണോ ഞാൻ പൈവോട്ട് ചെയ്താക്കണേ? ഞാൻ പൈവോട്ട് ചെയ്താക്കണേ നോക്കിക്കേ. ഹൊറിസോണ്ടലി ഇവ മൂവ് ചെയ്യണേ. ഞാൻ പൈവോട്ട് ചെയ്ത വെർട്ടിക്കലി കുത്തനെ പൈവോട്ട് ചെയ്താണ്. കണ്ടാ? ഇതാണ് സാധാ കോമ്പസ് നീഡിൽ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ കേട്ടോ, സാമുവൽ റേഞ്ച് ഉണ്ടോ നോക്കി. ഞാൻ പോളാർ റീജിയൻ എത്തുമ്പോൾ എനിക്ക് ഇങ്ങനെ പിടിക്കണം. ഞാൻ ഇങ്ങനെ പൈവോട്ട് ചെയ്യണം. എന്നിട്ട് ഇവൻ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ ഇവന്റെ മൂവ്മെന്റ് എങ്ങനെയാ? ഹൊറിസോണ്ടലി ആണോ വെർട്ടിക്കലി ആണോ സാമുവലെ? ഇവന്റെ മൂവ്മെന്റ് എങ്ങനെയാ? ഹൊറിസോണ്ടലി ആണോ വെർട്ടിക്കലി ആണോ? മൂവ്മെന്റ് വെർട്ടിക്കലാണ്. ഞാൻ തന്നെ കേട്ടോണ്ടിരിക്കുക ഞാൻ എന്താ പറഞ്ഞത്. നിന്റെ റേഞ്ചിന്റെ പ്രശ്നമാണ്. ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക ഞാൻ ഈ പറഞ്ഞ രീതി എങ്ങനെയുണ്ടെന്ന്. ശരി, അതൊന്ന് പറഞ്ഞേ. നിന്റെ റേഞ്ചിന്റെ പ്രശ്നം അത്. കുറെ ഏതാണ്ട് പോളാർ റീജിയനിൽ നീ പോയി നിൽക്കും പോലെയാ ക്ലാസ് കേൾക്കണേ. നീ പോളാർ റീജിയനിൽ നിന്ന് ക്ലാസ് കേൾക്കും പോലെ ഇതിന്റെ റേഞ്ച് ഈ ഏരിയയിലെങ്ങും അല്ല നീ. റൈറ്റ്, ഒന്ന് പറഞ്ഞേ, കുഴപ്പമില്ല. നീ പറഞ്ഞോ. പക്ഷെ ആൻസർ കറക്റ്റാ. ഏത് പോളാർ റീജിയനിൽ പോയി നിന്നാലും ആൻസർ കറക്റ്റാ. ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാ? വേർട്ടിക്കില്ല. പക്ഷെ ഞാൻ എങ്ങനെ പൈവോട്ട് ചെയ്താക്കണേ സാമൂല്? പൈവോട്ട് ചെയ്താക്കണേ
ഹൊറിസോണ്ടലാണ് പൈവോട്ട്. ഈ കേട്ടോ പിള്ളേരെ, ഈ കോമ്പസ് സ്റ്റീഡിന്റെ ഒരു പുതിയ പേരിട്ട് വിളിക്കും. ആ കോമ്പസ് സ്റ്റീഡിന്റെ പേരാണ് ഡിപ്പ് നീഡിൽ. അപ്പൊ ഈ നമ്മുടെ കോമ്പസ് നീഡിലോട്ട് പണി നടക്കൂല. എങ്ങോട്ട്? പോളാർ റീജിയനിലേക്ക് ഈ കോമ്പസ് നീഡിലോട്ട് പോയാൽ പണി നടക്കൂല. There we have to use another type of compass needle called dip needle. What is its difference? Only one difference. It is pivoted horizontally so that the needle can move vertically. See the difference. അപ്പൊ ഇതേ ഐറ്റം, സെയിം ഐറ്റം തലകുത്തി പിടിച്ചാൽ എങ്ങനെയാ? കണ്ടാ, ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. തലകുത്തി പിടിച്ചാൽ മതി. പറഞ്ഞു ഒന്നുകൂടെ പറയും. ഇങ്ങനെ പിടിച്ചോണ്ട് കോമ്പസ് സ്റ്റീഡിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പോളാർ റീജിയനിലാണ് കൂട്ടിക്കോ. ഇപ്പൊ നമ്മൾ നിങ്ങളുടെ വീട് പോളാർ റീജിയനിലാണ്. നിങ്ങളുടെ വീട്ടിൽ പോളാർ റീജിയനിൽ നിങ്ങൾ ഈ കോമ്പസ് സ്റ്റീഡിൽ ഇങ്ങനെ പിടിച്ചാൽ എന്തില്ല? കോമ്പസ് സ്റ്റീഡിൽ വർക്ക് ചെയ്യില്ലേ? കോമ്പസ് സ്റ്റീഡിൽ ഇങ്ങനെ നിൽക്കും, ചില്ലേനെ മുട്ടി നിൽക്കും. നിങ്ങൾ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിക്കുമ്പോ ഈ കോമ്പസ് സ്റ്റീഡിലെ പൈവോട്ട് ചെയ്താണ് എങ്ങനെയാ? ഹൊറിസോണ്ടലി. അല്ല, ഇങ്ങനെയാ കോമ്പസ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ള കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മാനിഫീൽഡ് അങ്ങോട്ടാ, അങ്ങോട്ട് ഇങ്ങനെ പരന്ന കിടക്കണം. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പിടിക്കണം. അപ്പൊ അതിങ്ങനെ ഡയറക്ഷൻ കാണിക്കും. പോളാർ റീജിയനിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പോളാർ റീജിയനിലാണെന്ന് കൂട്ടിക്കോ. അവരതാണ് ഉപയോഗിക്കുന്നത്. അവരുടെ കോമ്പസ് സ്റ്റീഡിൽ എങ്ങനെയായിരിക്കും? അവരുടെ മാൻഡിഫീൽഡ് എങ്ങനെ? ഈ ഏരിയയിലെ മാൻഡിഫീൽഡ് ഡയറക്ഷൻ നോക്കി എങ്ങനെ? ഇങ്ങനെ കുത്തനെ നേരെ മുകളിൽ നിന്ന് താഴത്തേക്ക്, അങ്ങനെയാണ്. അപ്പൊ അവരെങ്ങനെ പിടിക്കണം? അവരിങ്ങനെ പിടിക്കും. അവനെങ്ങനെ മൂവ് ചെയ്യണം? ഹൊറിസോണ്ടൽ ആയിട്ട് പൈവോട്ട് ചെയ്യും അവിടുന്ന് കൊടുക്കും. സോ ദാറ്റ് അവൻ എങ്ങനെയാണ്? ഇങ്ങനെ പൈവോട്ട് ചെയ്യും. ഇങ്ങനെ പൈവോട്ട് ചെയ്യും. എങ്ങനെ മൂവ് ചെയ്യും? അവൻ ഇങ്ങനെ മൂവ് ചെയ്യാം. കണ്ടാ, ഇങ്ങനെ മൂവ് ചെയ്യാം. പാവം കാണിക്കും, അപ്പറയാട്ടോ, ചിലപ്പോ ഇപ്പറയാട്ടോ ഒന്ന് കാണിക്കും, അങ്ങോട്ടാട്ടോ ഇങ്ങോട്ടാട്ടോ ഒന്ന് കാണിക്കും. അവൻ ഇങ്ങനെ കാണിച്ചാൽ മതി. ഇങ്ങോട്ടാട്ടോ, അവിടെയാട്ടോ എം, അല്ലെ ഇവിടെയാട്ടോ എൻ എം, നിങ്ങൾ നിൽക്കുന്ന എൻ എമ്മിലാട്ടോ, അല്ലെങ്കിൽ ബാക്ക് അവിടെയാട്ടോ എൻ എം, അങ്ങനെ കാണിക്കും. ആ നീഡിന്റെ പേരാണ് ഡിപ്പ് നീഡിൽ. അതും കോമ്പസ് നീഡിൽ തന്നെ, ബട്ട് ഇറ്റ് ഈസ് ഡിപ്പ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അഫിയെ, ഒറ്റ ചോദ്യം. അഫിയുടെ ചോദിക്കണേ, എല്ലാവരും ആൻസർ പറയാൻ റെഡി ആവണം. ചോദിക്കേണ്ടപ്പോ കൈ പൊക്കിക്കോണം. ചോദ്യം ഒരാളോട് പേര് വിളിക്കണമെന്നുള്ളൂ. അഫിയെ, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ക്യാൻ യു ഗസ് the value of angle of dip I at the polar region? എല്ലാവരും കൈ പൊക്കുക. സാലിയ പൊക്കിയിട്ടുണ്ട്, ഐഷ പൊക്കിയിട്ടുണ്ട്, അനിയ പൊക്കിയിട്ടുണ്ട്. എല്ലാവരും കൈ പൊക്കണം. അഫ്സർ കമാൽ പൊക്കിയിട്ടുണ്ട്, ആവന് പൊക്കിയിട്ടുണ്ട്. ചോദിച്ചത് ഒരാളോടാന്നുള്ളൂ. നിഹാൽ പൊക്കിയിട്ടുണ്ട്, ഹഫീഫ് ഉണ്ട്, അതിൽ നസീറുണ്ട്. പറഞ്ഞത് കറക്റ്റാണ്. പറഞ്ഞോ, പറഞ്ഞത് കറക്റ്റാണ്. എത്രയാ പറഞ്ഞില്ല? എന്താ പറയാൻ പോയില്ല? Right, you are not confident, right? But it is right, absolutely right. Etra Afifa, tell me. 0 ആണോ? 0 ആണോ ഒരു ചോദ്യം. No problem. What is your answer, Basil Joy? 0. What is your answer, Adil Nasi? 90 degree, right? What is your answer, Abhina? 90 degree, absolutely. It is 90 degree. 90 degree. Alla, namukku eppozhum confusion varum 0 aano 90. I will tell you, no problem. Uttara nikkuna parne. Uttara nikkuna parayumbol nokkade idu nokkiyanda BE ingane poyittu unda nokkiyo BE ingane nikkana BE nikkana BE പോളാർ റീജിയനിലേക്ക് ഇതാണ് നോക്കട്ടെ. ഞാൻ ഇത് ഇങ്ങനെ കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇക്വേറ്ററിൽ നിൽക്കുമ്പോൾ നേരെ കാണിച്ചു, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇക്വേറ്ററിൽ ആംഗിൾ ഓഫ് ഡിപ്പ് 0. കുറച്ചുകൂടെ പോകുമ്പോൾ കൂടി കണ്ട
നേരെ കുത്തനെയാവും. നമ്മുടെ മാഗ്നറ്റ് നമ്മുടെ കോമ്പസിറ്റിൽ എങ്ങനെ നിൽക്കും? ഇങ്ങനെ നിൽക്കും. കണ്ടാ കുത്തനെ നിൽക്കും. എവിടെ? പോളാർ റീജിയനിൽ. കറക്റ്റ് പോൾസിൽ. പോളാർ റീജിയൻ അല്ല, പോൾസിൽ കറക്റ്റ് NM-ൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ആംഗിൾ ഓഫ് ഐ എത്ര ഉണ്ടാവും? ഇതായി. കാരണം അവന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? അവിടെ കറക്റ്റ് 90. സോ അറ്റ് ദ പോൾസ് ആംഗിൾ ഓഫ് ദിപ്പ് ഈസ് 90. ഇനിയൊരു ചോദ്യം എന്താന്ന് വെച്ചാ, നേരത്തെ ചോദിച്ച പോലെ പൈസ ചോദിച്ച പോലെ ഈ സാധനം നേരെ മുകളിലേക്കാവുമോ സാറേ? പോളാർ റീജിയനിലേക്ക്, മറ്റേ പോളാർ റീജിയനിലേക്ക് പോയുള്ളൂ. കേട്ടോളൂ, ശ്രദ്ധിച്ചോ. മുകളിലേക്കാവുന്ന പരിപാടി ഇതിനകത്ത് ഇല്ല. കാരണം നമ്മളൊക്കെ അങ്ങനെ ആലോചിച്ചാലും ഞാൻ പറഞ്ഞുതരാം. ഇനി അത് പറഞ്ഞുതരാൻ മനസ്സിലാവും. ഇതാ നോക്കൂ, ഇവിടെയാണ് നമ്മുടെ ഒരു പോള്, നേരെ ഓപ്പോസിറ്റ് ഇവിടെയാണ് മറ്റേ പോള്. അപ്പം മാഗ്നിഫിൽഡ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി വളഞ്ഞ് ഇങ്ങനെയാവും. ഇങ്ങനെ കുത്തനെയാവും. അപ്പൊ ഹൊറിസോണ്ടലിൽ നിന്ന് അവനിങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ, താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ അവനും കൂടെ വളഞ്ഞ് ഇങ്ങനെയാണ്. ഇങ്ങോട്ട് പോയ സാധനം ഇങ്ങോട്ട് പോണ എങ്ങനെയാ? എന്റെ വിരലിൽ നിൽക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഡയറക്ഷൻ. അത് ഇങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ വളയാൻ തുടങ്ങും. കണ്ടാ? ഇങ്ങനെ വളയാൻ തുടങ്ങും. ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയാവും. കണ്ടാ? ഇവിടുന്ന് ഇങ്ങനെ വന്ന്. കണ്ടാ? അപ്പൊ ഇങ്ങോട്ടും വളയാണ്. അപ്പൊ ഇങ്ങോട്ടും ശരിക്കും താണാ നിൽക്കണേ. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റായിട്ട് എപ്പോഴും എങ്ങനെയാ? ഇങ്ങനെ മുകളിലേക്കല്ല നിൽക്കണേ, ഇങ്ങനെ മുകളിലേക്കാണ് നിൽക്കണമെങ്കിലാണ് നേരത്തെ ആയിഷ ചോദിച്ച പോലെ ഹൊറിസോണ്ടലിൽ നിന്ന് പൊങ്ങുമെന്ന്. അതുകൊണ്ടാണ് എപ്പോഴും ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് വിളിക്കാത്തത്. ഡിപ്പ് എന്നല്ലേ പേര്? ശരിക്കും ആംഗിൾ ഓഫ് ടിൽറ്റഡ് എന്നൊന്നും അല്ലല്ലോ, ചെരിഞ്ഞ ആംഗിൾ എന്നല്ല പേര്. ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന താന്ന ആംഗിൾ. അപ്പൊ എപ്പോഴും ഹൊറിസോണ്ടലായിട്ട്, ഈവൻ you are moving to the pole, south pole or whatever it may be, north pole or south pole, whatever it may be, എപ്പോഴും ഹൊറിസോണ്ടലി ഇവർ എങ്ങനെ നിൽക്കുള്ളൂ? താഴുള്ളൂ. പിന്നെ ഡയറക്ഷൻ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. ഇവിടെ എത്തിക്കഴിയുമ്പോ ഇങ്ങനെയായിരിക്കും. അതിലിപ്പോ ആരോ ഇങ്ങോട്ടാ, കാരണം സൗത്ത് പോളല്ല. ഇവിടെ എത്തിക്കഴിയുമ്പോ ആരോ ഒരു പുറത്തേക്കായിരിക്കും, നേരെ പുറത്തേക്ക് നിൽക്കും. അത്രയുള്ള വ്യത്യാസം. പോളാർ റീജിയനിലേക്ക്, രണ്ട് പോളാർ റീജിയനിലേക്ക് പോയി കഴിഞ്ഞാലും ഹൊറിസോണ്ടൽ കമ്പോണന്റിൽ നിന്നും BE എന്ത് ചെയ്യുള്ളൂ? താഴുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും എന്നെ എന്ന് വിളിക്കുന്നത് ആംഗിൾ ഓഫ് ഡിപ്പ്. സലീമിന് മനസ്സിലായോ? ഐഷ സലീം മനസ്സിലായോ? ഐഡിയ വെച്ചു. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പിള്ളേർ മനസ്സിലാക്കുക. ഇനി അപ്പൊ ഇതിനകത്തേക്ക് എപ്പോഴും ചോദ്യം ഉണ്ടാവും കേട്ടോ. ഇനി രസം എന്താ വെച്ചാൽ, ഇത് വെച്ചിട്ട് ഞാൻ പ്രോബ്ലം ചെയ്യണം, കാണിച്ചു തരാം. പ്രോബ്ലത്തിന്റെ കോൺസെപ്റ്റിലേക്ക് ഞാൻ ഇങ്ങോട്ട് വരാം. ഈ ഫിഗർ മതി, നേരത്തെ വെച്ച സെയിം ഫിഗർ ഞാൻ കാണിച്ചു തരാം. അപ്പൊ പിള്ളേർക്ക് മൂന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കണം, എപ്പോഴും ചോദിക്കും, നിങ്ങളുടെ പരീക്ഷയ്ക്കും ചോദിക്കും. വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് എലമെന്റ്സ്, ഇങ്ങനെ ഹെഡിങ്, നിങ്ങളുടെ ഹെഡിങ് അങ്ങനെ NCERT എലമെന്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഒരാൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പഠിക്കുമ്പോൾ ഏതെല്ലാം എലമെന്റുകൾ അറിഞ്ഞിരിക്കണം? ഒന്ന് നമ്മൾ പറയും ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഡി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. രണ്ട്, ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ ഐ, ഇതിനെ കുറിച്ച് അറിയണം, എന്താണെന്ന് പറയും, എക്സ്പ്ലെയിൻ ചെയ്യും. മൂന്നാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് HE. അതെന്താണെങ്കിലും ഒന്നുമില്ല, നമ്മൾ നേരത്തെ വരച്ച പോലെ HE എന്ന് പറയുന്ന സാധനം. ഇറ്റ് ഈസ് അതിന് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്, അത്രേ അത് പറയാനുള്ളൂ. അപ്പൊ മൂന്ന് കമ്പോണന്റ് ഏതൊക്കെയാ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇത് മൂന്നുമാണ് ഇമ്പോർട്ടന്റ്. ക്ലിയർ? അത് രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ഒരെണ്ണം കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. പക്ഷെ അതും ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ്. റൈറ്റ്? ഓക്കെ, ഇരിക്കട്ടെ പോലെ. ഇത് മൂന്നും വെച്ച് നമുക്ക് റിലേഷൻ ഉണ്ടാക്കാം. മൂന്നും വേണ്ട, രണ്ടെണ്ണം വെച്ച് നമുക്ക് റിലേഷൻ ഉണ്ടാക്കാം. എന്താ റിലേഷൻ ഞാൻ പറഞ്ഞ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുമ്പോ ചിലപ്പോ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്കൊരു ഗ്രാഫ് പോലെ കാണിച്ച
ഇതാണ് ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് HE. ഇതാണ് വേർട്ടിക്കൽ കമ്പോണന്റ്. നേരത്തെ വരച്ച് തന്നെ ഇച്ചിരി ഭംഗിയാക്കി വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ BE. സപ്പോസ് ഏതെങ്കിലും ആണ് കത്ത് നടക്ക് വേണമെന്നില്ല. BE ഗ്രാഫ് വരച്ച് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്, എപ്പോഴും ഓർത്തിരിക്കും വേണം. BE റൈറ്റ്. ഇവിടെയാണ് I വന്നത്, ആംഗിൾ ഓഫ് ഡീപ് I. ഇനി നിങ്ങൾ പണ്ടത്തെ വെക്ടർ ഐഡിയ വെച്ചിട്ടൊന്ന് പറഞ്ഞേ മോനെ. ഇത് വരച്ചിട്ട് ഇതിന്റെ കൂടെ വരച്ചിട്ടേ സോയിലേ കൂടെ ചെയ്തേ. നീ താമസിച്ച് വന്ന് ക്ലാസ്സിൽ കയറി കയ്യിൽ പോലെ ചുമ്മാ സമയങ്ങളല്ലേ. ഒന്ന് പറഞ്ഞേ എങ്ങനെ മുകളിലേക്കാ? ഇതാണോ? അത് കണ്ടിട്ട് വല്ല വായിക്കാൻ പറ്റണ്ടോ? അതാ പറഞ്ഞത്. അത് ഞാൻ അങ്ങനെ എഴുതിയതാ. അതിനൊന്നുമില്ല, നിങ്ങൾ പഠിച്ച സാധനം തന്നെ, ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. അത് വീണ്ടും ഞാൻ ഇങ്ങനെ ഭംഗിയായി എഴുതിക്കൊണ്ടിരുന്ന കഴിയില്ലേ. നിങ്ങൾ പഠിച്ച സാധനം തന്നെയെന്ന് പറഞ്ഞ സ്പീഡിൽ എഴുതി. നമ്മൾ പഠിച്ച 3 സാധനങ്ങൾ മൂന്നാക്കി ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഡിക്ലിനേഷൻ, ഡിപ്പ്. അതും ഞാൻ നോട്ട് തന്ന് DE വീണ്ടും ഞാൻ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല പഠിത്തം. നിങ്ങൾ അതിനുള്ള പ്രായമായി. നിങ്ങൾ +1 +2 ഡിഗ്രിക്ക് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രീ ഡിഗ്രിയാണ്. അത് കോളേജിലാണ് നടക്കുന്നത്. 10ാം ക്ലാസ്സിൽ സ്കൂൾ വിട്ട് പോകും. സ്വന്തം പഠിക്കണ ഒരു അവസ്ഥയിലാണ് +1 +2 എന്ന് പറഞ്ഞ സാധനം. ശരിക്ക് അതിന്റെ കണ്ടന്റ് അത്രയും നല്ല കണ്ടന്റ് ആണ്. സ്വന്തമായി ആലോചിക്കാതെ ഗുണമില്ലാതുകൊണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയിരുന്നത്. പക്ഷെ വിദ്യാഭ്യാസം മാറിയാണ് ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചാക്കുന്നത്. അത് ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാക്കിയാക്കുന്നത്. റൈറ്റ്. അത് ചിന്തിച്ച് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും കുറെ കാലം കഴിഞ്ഞിട്ടുണ്ടാവുന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതം പോയിട്ടുണ്ടാവും, വേറെ പ്രശ്നമൊന്നുമില്ല. മാറി വരും. നോക്കിയോ, ചർച്ചകൾ ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ എന്താ പറയണേ? ഇപ്പൊ എന്താ പുതിയ നിയമം പറയണെന്ന് അറിയാം? ആദ്യം പറഞ്ഞു ഫോക്കസ് ഏരിയ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അധ്യാപകർക്ക് വീണ്ടും ലഹളയായി. എങ്ങനെ ഫോക്കസ് ഏരിയ ഇല്ലാതെ പഠിപ്പിക്കുന്നതായി? ഫോക്കസ് ഏരിയ ഇല്ലാതെ ഞങ്ങൾ എവിടെയിട്ടാ പഠിപ്പിക്കണേ? എന്തെങ്ങനെയാ പഠിപ്പിച്ച് തീരാനായി? അപ്പൊ പറഞ്ഞു ഫോക്കസ് ഏരിയ എന്ന് ഇടാം. ഫോക്കസ് ഏരിയ ഇട്ടിട്ട് മറ്റേ എന്താ പറഞ്ഞ പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തോലെ മാർക്ക് കൊടുക്കണ്ട, പരീക്ഷയുടെ ക്വസ്റ്റ്യനൊക്കെ കുറച്ചുകൂടെ കുറയ്ക്കാം, ഇച്ചിരൂടെ സ്ട്രിക്റ്റ് ആക്കാം. അത് ഇപ്പോഴാ ഒരു 1-2 കൊല്ലത്തെ പിള്ളേർ പോയ ശേഷമാണ് ചിന്ത വരുന്നത്. നിങ്ങളടക്കം +1 നശിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത് ആ ചിന്ത വരുന്നത്. അതേപോലെ ചിന്തകളൊക്കെ മാറ്റി തിരിഞ്ഞു വരും. പോണ നമുക്ക് പോകുന്നുള്ളൂ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. എല്ലാ കേസിലും അങ്ങനെ തന്നെയാ. അധ്യാപകർക്ക് തന്നെ കുഴപ്പം. നിങ്ങളിപ്പോ ട്യൂഷൻ ഫീസ് കൃത്യമായിട്ട് അടച്ചാൽ നമ്മൾ വല്ല പ്രശ്നമുണ്ടാവും? നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിരിക്കും. സ്കൂളിലെ ടീച്ചർമാർക്ക് വല്ല പ്രശ്നമുണ്ടോ? കൃത്യമായിട്ട് അവർ ശമ്പളം കിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു പൈസ പോലും പോവാതിരുന്ന കാറ്റഗറി എന്ന് പറയുന്ന ഗവൺമെന്റ് സ്കൂളിലെ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരാണ്. ഒരു പൈസ പോലും പോയില്ല കൊറോണ കാലഘട്ടത്തിൽ. ഒരു പൈസ പോലും കുറയാതിരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്ന ആളുകളാണ്. ഒരു പ്രശ്നമില്ല. ആർക്കാ പ്രശ്നം ഉണ്ടായ? ശരി. അപ്പൊ അതങ്ങനെ തന്നെ നടക്കും. അപ്പൊ നിങ്ങളുടെ ഓർമ്മ നിങ്ങൾ ഏറ്റവും രസം അറിയോ? നിങ്ങൾക്ക് നിങ്ങൾ ഇത്ര പ്രായ പിള്ളേരാണല്ലോ. ബോയ്സിനോട് ഞാൻ പ്രത്യേകം പറയാം, നിങ്ങളുടെ ഓർമ്മ എന്താണെന്നറിയോ? ആ പുള്ളി അവിടെ ഇത് ക്ലാസ് ഞാൻ നോക്കിയപ്പോൾ ഒരു പയ്യൻ, ഞാൻ കല്യാണത്തിൽ നിൽക്കുക, ആ പയ്യന്റെ മൊബൈലില് ഞാൻ പഠിപ്പിക്കുന്ന ശ്യാം സാറിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അവൻ കാറ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ശ്യാം സാറിന് രാത്രി 8 മണിക്ക് എന്റെ റിലേറ്റീവിന്റെ വീട്ടിലാ 8 മണിക്ക് സാറ് ലൈവ് ക്ലാസ്. ഞാനും സാറുമായിട്ട് ഭയങ്കര ബന്ധമാട്ടോ. ഞാനും ശ്യാം സാറുമായിട്ട് ഭയങ്കര ബന്ധം. ഞങ്ങളെല്ലാ കാര്യങ്ങൾക്കും വിളിക്കും. എന്നെ പഠിപ്പിച്ച സാറാണ്. പുള്ളി എന്നോട് പല കാര്യങ്ങൾ പറയും, അങ്ങനെ ഇങ്ങനെയാട്ടോ ഒക്കെ പറയും. അപ്പൊ ശ്യാം സാറിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ഈ ശ്യാം സാറ് രാത്രി ക്ലാസ് എടുക്കുന്നത് പുള്ളി ലൈവ് എടുക്കും. പുള്ളി ഞാൻ എന്നോട് പറയും, മുഴുവൻ കുറച്ച് ലൈവ് എടുക്കാതെ പറ്റില്ല, കാര്യം നിർബന്ധമൊന്നുമില്ല, പക്ഷെ കുറച്ച് ലൈവ് എടുക്കുന്നത്. പുള്ളി രാത്രിക്ക് ഇരുന്നൊരു ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുക. ഇവൻ ഇങ്ങനെ പോക്കറ്റിലിട്ടുണ്ട്. കാറ്ററിംഗ് ഭയങ്കര വിളമ്പലാവും ക്ലാസ്. ഞാൻ ഇവനെ വിളിച്ച് ചോദിച്ചേ. അപ്പൊ ഈ ക്ലാസ്സിന്റെ ഒച്ച കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ശ്യാം സാറിന്റെ ആണ്. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു, ആരടാ? അപ്പൊ ഇങ്ങനെ ഫിസിക്സ് ഇങ്ങനെ ഭയങ്കര ഡെറിവേഷനാ പഠിപ്പിക്കണേ, ഭയങ്കര ഡെറിവേഷൻ. എന്നിട്ട് ഇവൻ പറയാ എന്നോട്, ഇത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയട്ടെ. അപ്പൊ ഞാനേ, അപ്പൊ നിങ്ങളൊന്ന് ഓർത്തൊക്കെ മനസ്സില് ആർക്കാ പോണേ? അപ്പൊ ഈ പറയണവന്റെ വിചാരിച്ച സാറിനെ ഭയങ്കരമായിട്ട് പറ്റിച്ചു. ഓ സാർ പൊട്ടൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മളിത് ആർക്കാ പോണേ? യഥാർത്ഥത്തിൽ പൊട്ടനാരാ? ലോക പൊട്ടൻ, മരപ്പൊട്ടനാരാ? ആരാ ശരിക്കും? നിങ്ങൾ ഓർത്ത് നോക്കുക. അവന് വേണ്ടി ക്ലാസ്, അവന് ബോധം ഉണ്ടായിക്കോട്ടെ, അവന് എന്തെങ്കിലും ഒരു 10 മിനിറ്റ് നോക്കിയാൽ അവന് ബോധം ഉണ്ടായിക്കോട്ടെ എന്നോർത്ത്
സാർ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചും ഇക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ സാറിന് പൊട്ടനാണ്. എങ്ങനെയുണ്ട്? അതാണ് നിങ്ങൾ ഒരു മിനിമം എങ്കിലും ഓർത്തോളൂ കേട്ടോ. വീണ്ടും പാരന്റ്സ് ഉണ്ടാകുന്ന പൈസ കൊടുത്ത് വീണ്ടും ട്യൂഷൻ പാരന്റ്സ് ഉണ്ടാകുന്ന പൈസ എനിക്ക് കൃത്യമായി തരിക. ചെറിയ പൈസ ഒന്നും ഞാൻ വാങ്ങണം, ആവശ്യത്തിന് പൈസ ഞാൻ വാങ്ങുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് വീണ്ടും രാവിലെ എടുത്തിരുന്ന് വീണ്ടും മുത്തുക്ക അല്ലെങ്കിൽ സാറ് പൊട്ടനായി, വീണ്ടും ഞാൻ പൊട്ടനായി അല്ലേ? നല്ല പൊട്ടനാവും, ഞാൻ നല്ല പൊട്ടനാവും. ശരി കേട്ടോ. ഓക്കെ റൈറ്റ്. ഞാൻ നിങ്ങളുടെ മാനസികാവസ്ഥ പറഞ്ഞു പോയി കേട്ടോ. അപ്പൊ എന്തായി? അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, വെർട്ടിക്കൽ കമ്പോണന്റ്, എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. റൈറ്റ്. ഇത് നമ്മൾ പണ്ട് പഠിച്ചൊരു വെക്ടർ നൊട്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് രണ്ടാക്കി പറയാം. എങ്ങനെ പറയാം? ഒന്ന് പറയാം ആരെങ്കിലും. പണ്ട് വെക്ടർ ആയിട്ട് പഠിപ്പിച്ചിട്ട് എന്താണ്? ഒരു വെക്ടർ ചെരിഞ്ഞൊരു വെക്ടർ സ്ഥലത്ത് കൂടെ പോയാൽ, ഒരു വെക്ടർ ചെരിഞ്ഞു പോയാൽ ആ വെക്ടർ രണ്ടാക്കി തിരിക്കുക. അതാണ് റെക്ടാങ്കുലർ കമ്പോണൻസ് പഠിക്കുന്നത്. ഒരു കമ്പോണന്റിനെ ഒരു പ്രത്യേക രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇയാളെ വെച്ചിട്ട് റെപ്രസെന്റ്, ഇയാളെ നമുക്ക് ഇയാൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ആരാ പറഞ്ഞേ? ഒന്ന് പറയാം. ആൻമേരി കൈ ഇടക്ക് കിട്ടുന്ന കൈ ഒന്ന് പറയാൻ. ആബ്സല്യൂട്ട്ലി. കോസ് കമ്പോണന്റും സൈൻ കമ്പോണന്റും. ഏതാ കോസ് ഏതാ സൈൻ പറയാൻ പറ്റുമോ? ശരി. ബ്രില്യന്റ്. ആംഗിൾ ആരുമായിട്ടാണോ ആംഗിൾ ഉണ്ടാക്കുന്ന കമ്പോണന്റ് അയാളാണ് കോസ്. അപ്പൊ ഇത് കോസ് കമ്പോണന്റ് ആണ്. കോസ് കമ്പോണന്റ് നമ്മൾ എഴുതേണ്ട രീതി എങ്ങനെയാണ്? BE കോസ് ഐ, ഇത് BE സൈൻ ഐ. വെർട്ടിക്കൽ കമ്പോണന്റ് നമുക്ക് എന്ത് വിളിക്കാം? BE സൈൻ ഐ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമുക്ക് എന്ത് വിളിക്കാം? BE കോസ് ഐ. റൈറ്റ്. ശരി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇത് പണ്ടത്തെ പോലെ നമുക്ക് ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്യാം. റൈറ്റ്. ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്യാം. എന്നിട്ട് BE സൈൻ ഐനെ കൊണ്ട് നമുക്ക് ഇവിടെ BE സൈൻ ഐ എന്ന് വിളിക്കാം അല്ലെ? ഈ BE സൈൻ ഐ ഇപ്പുറത്ത് കൊണ്ടാൻ പാടില്ലേ? ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്ത ആ വലിപ്പം കറക്റ്റ് ആയിട്ടില്ലോ. BE സൈൻ ഐ എന്ന് പറയാം. എങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഒരു ട്രിഗണോമെട്രി വേണമെങ്കിൽ കളിച്ചു നോക്കാം. ഒരു ട്രിഗണോമെട്രിക്ക് നമുക്ക് കളിക്കാം. BE കോസ് ഐ BE സൈൻ ഐ അവിടെ നിന്നോട്ടെ, അല്ല വേറെ രീതിക്ക് ഞാൻ ട്രിഗണോമെട്രി കാണിച്ചു തരാം. ഇതിന് നമുക്ക് HE അല്ലെങ്കിൽ ഇതിന് വേറെ പേരാണ് HE അല്ലെ? ഇത് HE ആണ്, ഇത് VE ആണ്. ശരി. അതിന് വേറെ പേരാണ് BE കോസ് ഐ BE സൈൻ. അപ്പൊ BE കോസ് ഐ BE സൈൻ അവിടെ നിൽക്കട്ടെ, അല്ലാതെ നമുക്ക് HEയും VEയും വെച്ച് പറയാം. വാട്ട് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ? ഹൗ വി ക്യാൻ മേക്ക് എ റിലേഷൻ ബൈ യൂസിങ് ട്രിഗണോമെട്രി ഉപയോഗിച്ചിട്ട് പറഞ്ഞേ. അപ്പൊ 3 കമ്പോണന്റ് ആയി ഇപ്പൊ ഇവിടെ. ആരൊക്കെയാണ്? ഒന്ന് HE, മറ്റേത് അവിടെ നിൽക്കട്ടില്ല, BE കോസ് ഐക്ക് അവിടെ നിൽക്കട്ടെ. BE അല്ല HE VE BE 3 ആൾക്കാർ. HE കിടക്കും, VE കിടക്കും, BE കിടക്കും. ഈ 3 ആൾക്കാരെ വെച്ചിട്ട് ഒരു ട്രിഗണോമെട്രി വരണം. എനിക്ക് ആദ്യം HEയും VEയും വേണം. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്തും വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്തും ഉപയോഗിച്ചിട്ട് എനിക്കൊരു റിലേഷൻ വരണം. അപ്പൊ ഞാൻ ട്രിഗണോമെട്രിയുടെ ഏത് എടുക്കണം? സൈൻ എടുക്കണോ, കോസ് എടുക്കണോ, ടാൻ എടുക്കണോ? ഒന്ന് പറയാം. സനം HEയും VEയും ഹൊറിസോണ്ടലും വെർട്ടിക്കലും. തീറ്റയ്ക്ക് പകരം തീറ്റയ്ക്ക് പകരം ഏതാണ് ഉപയോഗിക്കുന്നത്? ടാൻ ഐ. അപ്പൊ ഒരു റിലേഷൻ കിട്ടി. ടാൻ ഐ ഈസ് ഇക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ VE ബൈ HE. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രോബ്ലം ചോദിക്കുമ്പോ ഏതാണ് ചോദിക്കണമെന്ന് നോക്കുക. എന്നിട്ട് ഈ ഫിഗർ അങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ആവശ്യമുള്ള എടുക്കുക. ബൈഹാർട്ട് ചെയ്യരുത്. ഈ ഫിഗർ മാത്രം വരയ്ക്കുക. HE VE BE ഈ 3 പേര് വെച്ചിട്ട് ഒരു ഫിഗർ അങ്ങോട്ട് വരയ്ക്കുക. എപ്പോഴും അത് മാത്രമേ വരയ്ക്കാവുള്ളൂ. എപ്പോഴും ഓർമ്മ വേണം. HE BE VE. ആ ഫിഗർ വന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചത്. ഇവിടെ I. ഇത് വെച്ചിട്ട് ഈ ഫിഗറെ പഠിക്കണം, അല്ല ടാനും കോസൊന്നും പഠിച്ചേക്കരുത്. ഓക്കെ. എന്നിട്ട് അത് ആവശ്യമുള്ളത് ഉണ്ടാക്കിയെടുത്തോളും. സപ്പോസ് എനിക്ക് BEയും HEയും വേണമെങ്കിലോ അലിമോൻ KR സപ്പോസ് പോലെ എനിക്ക് HEയും BEയും ആണ് ആവശ്യമുള്ളത്. ഞാൻ ഏത് ട്രിഗണോമെട്രി എടുക്കണം? BE എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസാ, HE എന്ന് പറയുന്ന അഡ്ജസന്റാ. അപ്പൊ അഡ്ജസന്റും ഹൈപ്പോട്ടന്യൂസും വരുന്ന ഏത് റിലേഷനാ? കോസ്. റൈറ്റ്. അപ്പൊ കോസ് കമ്പോണന്റ് വന്നവിടെ. എന്നാടാ നിന്റെ സൗണ്ട് ഇങ്ങനെ?
നിന്റെ എന്തോ ഓപ്ഷൻ മാറി കിടക്കാണല്ലോ, നിന്റെ സൗണ്ട് കേട്ടിട്ട് പേടിയാവുള്ളൂ. അപ്പൊ നോക്കാം, കോസ്. അപ്പൊ കോസ് ഐ, അപ്പൊ കോസ് ഐ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ HE ബൈ BE ഉപയോഗിക്കാം. അതേപോലെ സൈൻ എ നമുക്ക് ഉപയോഗിക്കേണ്ട വരാൻ ചിലപ്പോ സൈൻ എ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് BE ബൈ ഹൈപ്പോട്ടന്യൂസ് BE. ഇത് വെച്ചിട്ട് പിള്ളേർക്ക് പ്രോബ്ലം ചോദിക്കാം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും പ്രോബ്ലം എങ്ങനെ ചോദിക്കുന്നത്. എക്സാമ്പിൾ എടുത്ത് 5.9 എടുത്ത് 5.9 എടുത്ത് നോക്കട്ടെ. എക്സാമ്പിൾ ഒന്ന് വായിച്ചോളൂ. 5.9, 5.8 ഒക്കെ ഉണ്ട്. ഞാൻ നോക്കട്ടെ ഏതാ ക്വസ്റ്റ്യൻ. ഒന്ന് മുദ്സര കിട്ടിയോ? മുദ്സര കിട്ടിയോ? ആ ക്വസ്റ്റ്യൻ കിട്ടിയോ? എന്നതാണെന്നോ? ചായ കിട്ടിയോന്ന് നിനക്ക്? ആ ഞാനടുത്ത് നോക്കടാ, ഓടിച്ചാണ് നോക്കടാ. എന്നതാ കിട്ടിയതാന്ന് ചോദിക്കട്ടെ. ആ പറഞ്ഞ എക്സാമ്പിൾ കിട്ടിയവരെന്ന് പറഞ്ഞേ. $188 പിള്ളേരെ. 5.9 ഒന്ന് വായിച്ച് കേക്കട്ടെ ഐഷ. ഓക്കെ. ആദ്യം തന്നെ ആൻസർ ഒക്കെ പൊത്തിപ്പിടിച്ച ഐഷ. ആൻസർ ഇല്ലായിരിക്കില്ല. ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, ചിലപ്പോ ക്വസ്റ്റ്യൻ കാണില്ല, നിങ്ങൾ ആൻസർ കാണും. ക്വസ്റ്റ്യൻ ചിലപ്പോ കാണില്ല. ഞാനിക്ക് അങ്ങനെയായിരുന്നു, ക്വസ്റ്റ്യൻ വായിക്കൂല, ആൻസർ മാത്രമേ വായിക്കുള്ളൂ. മനസ്സിലായോ നോക്കൂ ആൻസർ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. റൈറ്റ്. ആൻസർ മനസ്സിലായോന്ന് ഒരു കാര്യമില്ല. ആൻസർ എല്ലാവർക്കും ആർക്കും നോക്കിയാലും മനസ്സിലാവും. അതെങ്ങനെ എഴുതിയാക്കുന്നത്? ആൻസർ മനസ്സിലായിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യനാ വായിക്കുന്നത്. ആൻസർ മനസ്സിലാവാതിരിക്കില്ല, അത് വേറെ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എൽവിൻ റോയ്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എങ്ങനെയുണ്ട്? കിട്ടിയാ? ഐഡിയ കിട്ടിയാ? അന്ന് പറഞ്ഞേ. ഡയറക്റ്റാ സംഭവം ഡയറക്റ്റാ പറഞ്ഞേ. എന്താ കണ്ടുപിടിക്കണ്ടേ? ആദ്യം നമ്മൾ അത് നോക്കണം. എന്താ കണ്ടുപിടിക്കണ്ടേ? അങ്ങനെ നമ്മൾ ചിന്തിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ബി, അതായത് ലെറ്റർ ബി. ആ BE ആണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ നൊട്ടേഷൻ അങ്ങനെയാ. ചില ടെക്സ്റ്റ് വേറെ ആയിക്കോട്ടെ. BE ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് തന്നിട്ടുണ്ട്? HE തന്നിട്ടുണ്ട്. എത്ര? 0.26 ഗോസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാറ്റിയില്ലെങ്കിൽ പ്രശ്നമില്ല. എന്താണെന്നറിയോ, നമ്മുടെ ആൾക്കാരെല്ലാം ഒരേ ആൾക്കാരാ. കണ്ടോ, ഞാൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇതിനകത്ത് എല്ലാം ഒരേ ആൾക്കാരാ. കാരണം എല്ലാവരും മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാ പറയണേ, റേഷ്യോ ആയ. അപ്പൊ ഗോസ് ആണെങ്കിൽ ആൻസർ ഗോസ് കിടക്കും. ടെസ്റ്റിലേക്ക് മാറ്റുന്നത് യാതൊരു നിർബന്ധമില്ല. ഒന്നിലധികം ക്വാണ്ടിറ്റി വരുമ്പോഴാണ് SI യൂണിറ്റ് ഇട്ട് ചെയ്യേണ്ടത്. ഞാൻ ഫിസിക്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരേ ടൈപ്പ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, നോ പ്രോബ്ലം. അല്ല റേഷ്യോ ഒന്നുകൊണ്ടല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കിക്കോളാം കൃത്യമായിട്ട്. പിള്ളേർ അടിസ്ഥാനമാണ്, നാണക്കേടാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അത് അറിയില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. SI യൂണിറ്റിലേക്ക് മാറ്റുന്നത് പല ടൈപ്പ് ക്വാണ്ടിറ്റി വേണം. V = IR, ഒരാൾ വോൾട്ടേജ്, ഒരാൾ കറണ്ട്, ഒരാൾ റെസിസ്റ്റൻസ്, 3 ടൈപ്പ് ആൾക്കാരാണ്. അപ്പൊ മാറ്റണം. ഒരേ ടൈപ്പ് ആൾക്കാരാണ് ഈ മാറ്റേണ്ട. എത്ര എണ്ണം വന്നാലും 1/F = 1/V + 1/U. ഒരേ ടൈപ്പ് ആൾക്കാരാ. Vയും Uവും Fഉം എല്ലാം നീളമാണ്. ദാറ്റ് ഈസ് കോൾഡ് ഡയമെൻഷൻ. ഡയമെൻഷനാണ് അതിന് പ്രാധാന്യം. ഏത് ടൈപ്പ് ആളാണ് അപ്പൊ മാറ്റണ്ട. അപ്പൊ ഇതിനകത്ത് മാറ്റണ്ട. എന്താ കണ്ടുപിടിക്കല്? BE. I എത്രയാണ് തന്നാക്കണേ? 60 ഡിഗ്രി 60 ഡിഗ്രി നേരെ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ നോക്കും BEയും HEയും. അപ്പൊ BE HE അവ രണ്ടുപേരാണെങ്കിൽ ഓപ്പോസിറ്റും അല്ല അഡ്ജസന്റും ഹൈപ്പോട്ടന്യൂസും. അപ്പൊ കോസ് ശരിയാന്ന് നോക്കട്ടോ. കോസ് I = അഡ്ജസന്റും ഓപ്പോസിറ്റ്, അതെ അഡ്ജസന്റും ഹൈപ്പോട്ടന്യൂസും. കോസ് I = HE ബൈ BE. വേണ്ടത് BE ഇങ്ങോട്ട് മാറ്റി. കോസ് I 0.26 ഡിവൈഡ് ബൈ കോസ് 60. കോസ് 60 എന്ന് പറയുമ്പോ 1/2 അല്ലേ? അപ്പൊ 0.26 ഡിവൈഡ് ബൈ 1/2.
2 മുകളിൽ കൂടാം. 0.26 into 2. അപ്പൊ 52, 52, right? 0.52 goes. Answer goes it, right? എക്സർസൈസ് ഒന്ന് നോക്കി ഐഷ സലീം. എക്സർസൈസ് 10ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കി. എക്സർസൈസിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി വായിച്ചു നോക്കി. എക്സർസൈസിൽ മാറ്റമുള്ളത് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ ആണ് എന്റെ എഴുതി നോക്കട്ടെ. സെയിം ക്വസ്റ്റ്യനാ, ഒന്നും വേണ്ട. സെയിം ക്വസ്റ്റ്യൻ ഒരേ രീതി. ചുമ്മാ നിങ്ങൾ എക്സർസൈസ് നമ്പർ മാത്രം ഇട്ട് വെച്ചാൽ മതി. നിങ്ങൾക്ക് ചോദിക്കും, നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിക്കും. ഇതിന്റെ സൂപ്പർ ക്വസ്റ്റ്യൻ ഉണ്ട് എൻട്രൻസിന് പോണവർക്ക്. അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഏരിയയിൽ നിന്ന് ഒരു ചോദ്യം എൻട്രൻസിന് പോണവർക്ക് എപ്പോഴും പ്രതീക്ഷിച്ചോളാം. ഇത് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ NCERT തന്നെ കിടക്കുന്നുണ്ട്. ഈ CBSE കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യിക്കാറുണ്ട്. ശരി, ഓക്കെ. അപ്പോ അത് നമ്മൾ കൂട്ടുകയാണ്. തൽക്കാലം നമ്മൾ കൂട്ടുകയാണ്. ഇതേപോലെ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിന് വേറെ ആളായിട്ട് കണക്ട് ചെയ്യും. അത് അടുത്ത ചാപ്റ്ററിൽ വരുന്നുണ്ട്. അടുത്ത ചാപ്റ്ററിൽ ഇത് വെച്ചിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഉണ്ട് പ്ലെയിന്റെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോട്ടെ. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന അടുത്തൊരു ഹെഡിങ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ഹെഡിങ് വരുന്നത് മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റിക് ഇൻഡൻസിറ്റി. മാഗ്നറ്റൈസേഷൻ എഴുതി കാണിച്ചുതരാം. മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. കുറെ പുതിയ ടേംസ് ഞാൻ പഠിപ്പിക്കാൻ പോവാം. ചെറിയ കുറെ പുതിയ ടേംസ് പഠിപ്പിക്കാൻ പോവാം. അതറിഞ്ഞാലാണ് ശരിക്കും ഇതാണ് നിങ്ങൾ ഉൾപ്പെടുത്തിയാക്കണം. ഇത് ഉൾപ്പെടുത്താതെ അടുത്ത ടോപ്പിക് ഉൾപ്പെടുത്തിയാൽ ഇത്രയുടെ നല്ലതാണ്. ഇത് കുറച്ചാലും എന്നാ ഞാൻ പറഞ്ഞത് കേട്ടോ. മാഗ്നറ്റൈസേഷനും മാഗ്നറ്റിക് ഇന്റൻസിറ്റി ശരിക്കും പിള്ളേർക്ക് അറിയാവോ? ഒരു യഥാർത്ഥത്തില് നിങ്ങളുടെ കയ്യിലെ ബാർ മാഗ്നറ്റ് എന്താ മെറ്റീരിയൽ ആർക്കെങ്കിലും പറയാമോ? ആരെങ്കിലും പറയാമോ? ബോയ്സിക്കാണ് അത് കൂടുതൽ ശരിക്കും മാഗ്നറ്റ് കണ്ടാൽ കൂടുതൽ അത് കൂടുതൽ കളിക്കുന്നതും അങ്ങനത്തെ രീതിയിൽ ഒരു സോഫ്റ്റ് സ്കിൽ അല്ല, കുറച്ചൊരു ഹാർഡ് സ്കിൽ ആയതുകൊണ്ട് ബോയ്സിനുള്ള പൊതുവെ അങ്ങോട്ട് അങ്ങനെയൊന്നും നിർബന്ധമില്ല, പൊതുവെ അങ്ങനെയാണ്. നിങ്ങൾ ആർക്കെങ്കിലും പറയാമോ നമ്മൾ കയ്യിൽ നമ്മുടെ സ്പീക്കറിന്റെ പുറകിലിരിക്കുന്ന മാഗ്നറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബാർ മാഗ്നറ്റ് എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയാണ് ആർക്കെങ്കിലും പറയാമോ? സലാഹുദ്ദീനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? സാധാരണ അല്ലിക്കോ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അത് കൂടിയ പല ടൈപ്പ് മാഗ്നറ്റ് ഉണ്ട്. ഞാൻ പറയാം കേട്ടോ. സാധാരണ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീൽ നീ പറഞ്ഞ അലോയ്സ് ഉപയോഗിക്കുന്നത്, അല്ലിക്കോ അലോയ്ക്ക് ഉപയോഗിക്കുന്നത് പല ടൈപ്പ് മാഗ്നറ്റ്. ഈ സിലിണ്ടറിക്കൽ മാഗ്നറ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ മാഗ്നറ്റ് ഉണ്ട്. ഈ എംഫോടെക്കിലെ അവനൊക്കെ ചെയ്യുന്ന ഒരു മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ജയന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്. ഭയങ്കര നമുക്ക് വായിക്കാൻ കിട്ടുന്ന സാധനം. അപ്പൊ ഈ മാഗ്നറ്റ് പല ടൈപ്പ് ഉണ്ട്. ഓരോ മെറ്റീരിയൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റീലാണ്. അയണിന്റെ അലോയി ആയിട്ടുള്ള ഒരു സ്റ്റീലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചിട്ടുള്ള എങ്ങനെ ഇത് ഉണ്ടാക്കണേ? എങ്ങനെയാ മാഗ്നറ്റ് ഉണ്ടാക്കണേ? ആരാ പറഞ്ഞത്? എങ്ങനെയാ മാഗ്നറ്റ് ഉണ്ടാക്കണേ? നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മാഗ്നറ്റ് എങ്ങനെയാ ഉണ്ടാക്കണേ? ആരാ പറഞ്ഞത്? ഇത് മാഗ്നറ്റ് സാമൂലേ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ മിണ്ടല്ല, നീ പറഞ്ഞു. കേൾക്കണില്ല, കട്ടാവാണ്. അൽഫാദെ കേൾക്കണില്ലടാ, എന്തോ പ്രശ്നമുണ്ട്, ശരിയാക്ക. അൽഫാദ് പറഞ്ഞേ, പറ. ശരിയാണോ അറിയില്ല. ഒരു മാഗ്നറ്റ് ഒരു
അയൺ റോഡിൽ നമ്മൾ കുറെ പ്രാവശ്യം ഉരച്ചാൽ അത് ആ അയൺ റോഡ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അബ്സല്യൂട്ട്ലി അങ്ങനെയുണ്ട്, ഒരു സംശയമില്ല. ഒരു അയൺ കഷ്ണം എടുത്തിട്ട് ഒരു മാഗ്നറ്റ് സ്ഥിരമായി നിങ്ങൾ ഇങ്ങനെ ഉരച്ചാൽ ഒരു സംശയമില്ല ഉണ്ടാവും, ഒരു സംശയമില്ല, മാഗ്നറ്റ് ആവും. അതൊന്ന്. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റൂല്ലോ, ബൾക്കായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലോ. നമ്മൾ ചെയ്യുന്ന പരിപാടി ഞാൻ പറയാം കേട്ടോ. നമ്മൾ ചെയ്യുന്നത് സോളിനോയിഡിന്റെ ഉള്ളിൽ സാധനം വെക്കും. ഇത്രയുള്ള പരിപാടി എങ്ങനെയാ? സോളിനോയിഡ് എടുക്കും, നല്ല പവർഫുൾ ആയിട്ടുള്ള കുറെ നമ്പർ ഓഫ് ടേൺസ് ഉള്ള സോളിനോയിഡ്. ആ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു അയൺ ഏതിനാണ് മാറ്റേണ്ടത്, അയണിനെ മാറ്റേണ്ട ഒരു കഷ്ണം എടുത്തിട്ട് അതിനകത്തേക്ക് സോളിനോയിഡ് ചുറ്റും, അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് കോപ്പർ വേറെ ഊണ്ടിയും കറണ്ടങ്ങൾ എടുത്തു വിടും. അപ്പൊ എന്തുണ്ടാവും? അപ്പൊ സോളിനോയിഡ് എന്തായി മാറും? പറഞ്ഞേ മറ്റേ ശ്വേത, സോളിനോയിഡ് കൂടെ കറണ്ട് എടുത്തിട്ട് സോളിനോയിഡ് എന്തായി മാറും? ഇലക്ട്രോ മാഗ്നറ്റ്. അതായത് സോളിനോയിഡ് എന്തുണ്ടാക്കും? അതൊന്ന് പറഞ്ഞ സോളിനോയിഡ് എന്തുണ്ടാക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോളിനോയിഡ് നല്ല സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ ഉണ്ടാക്കും. ഇതിനുള്ളിൽ എത്രത്തോളം നിങ്ങൾ കറണ്ട് കടത്തുന്നത് അത്രയും സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇതിന്റെ ഉള്ളിലിരിക്കണം നമ്മുടെ ആളുണ്ടല്ലോ, ആരാ? നമ്മുടെ മാഗ്നറ്റ്. ഇതിന്റെ ഉള്ളിലിരിക്കണ്ട, ഇതാണ് മാഗ്നറ്റ്, സ്റ്റീൽ. നമ്മുടെ സ്റ്റീൽ ഇതാന്ന് കൂട്ട് സപ്പോസ്. ഇവൻ എന്താവും? കുറച്ചു നേരം കഴിയുമ്പോ ഇവൻ മാഗ്നറ്റായി മാറും. കാരണം ഇവന്റെ ഉള്ളിൽ കൂടെ, ഞാൻ കുറെ വാക്ക് പഠിപ്പിക്കാൻ പോണ ഇത് വെച്ചിട്ടാ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇതിന്റെ ഉള്ളിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് തുളഞ്ഞു കയറിപ്പോവും. ഇവന്റെ ഉള്ളിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് തുളഞ്ഞു കയറിപ്പോവും. നിങ്ങൾക്ക് പറയാമോ ഏത് ലെറ്റർ ആണ് ആ തുളഞ്ഞു കയറുന്നതിനെ കാണിക്കുന്ന ലെറ്റർ? ആർക്കെങ്കിലും പറയാമോ? മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ ഉള്ളിൽ കൂടെ തുളഞ്ഞു കയറിപ്പോവും. ഏത് ലെറ്റർ ആണ് ആ തുളഞ്ഞു കയറി പോകുന്നതിനെ കാണിക്കുന്നത്, കടത്തിവിടുന്നതിനെ കാണിക്കുന്നത്? അവന്റെ മേത്തിൽ കൂടെ, അവന്റെ ബോഡിയിൽ കൂടെ, അയേണിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടുന്ന കാണിക്കുന്ന ലെറ്റർ ആർക്കെങ്കിലും പറയാമോ? രണ്ടുപേര് പറയാന്ന് പറയുന്നത്. ആരെങ്കിലും പറയാൻ പറ്റുന്നു? രണ്ടുപേര് മാത്രം. ആഷിക്കും പറയാന്ന് പറഞ്ഞു. ആഷിക്ക് എന്ന് പറഞ്ഞ കേട്ടെ. മ്യൂ എന്ന് പറയാം. μ0 എന്ന് പറയുന്ന മ്യൂ. പെർമിയബിലിറ്റി എന്നതിന്റെ വാക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു മെറ്റീരിയല് അവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ എത്ര അവനെ കൂടെ കടത്തിവിടുന്നുണ്ടോ അതിനാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. മ്യൂ, റൈറ്റ്? മ്യൂ, പെർമിയബിലിറ്റി. പെർമിറ്റ് ചെയ്യുക, എബിലിറ്റി, അതിന്റെ കഴിവ്, പെർമിറ്റ് ചെയ്യാനുള്ള കഴിവ്. ഏതിനെ? മാഗ്നറ്റിക് ഫീൽഡിനെ. അത് 0 കൊടുക്കുമ്പോൾ ആരായി പോകും? വാക്വം ആയി പോകും. വാക്വത്തിന്റെ കടത്തിവിടാനുള്ള, മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവാണ് μ0. അതിന്റെ വാല്യൂ ആണ് 4π × 10⁻⁻⁷. ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം, ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ അല്ലാതെ ഏതോ ഒരു μ0 എവിടെയോ കേട്ടിട്ടുണ്ട് എന്നുള്ള അവസ്ഥ വരരുത്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള പേരാണ് ജസിയ, എപ്സിലോൺ. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം ഇതേ ഐറ്റം തന്നെയാണ്. എപ്സിലോൺ ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള ഒരു മീഡിയത്തിന്റെ കഴിവാണ് എപ്സിലോൺ, പെർമിറ്റിവിറ്റി. അത് 0 ഇട്ട് കഴിയുമ്പോൾ അത് വാക്വത്തിന്റെ, 0 ഇട്ടില്ലെങ്കിൽ ഏതോ മെറ്റീരിയലിന്റെ. ഇപ്പൊ പെർമിയബിലിറ്റി വെറുതെ മ്യൂ ഓഫ് അയൺ, മ്യൂ ഓഫ് സ്റ്റീൽ, മ്യൂ ഓഫ് വുഡ്, മ്യൂ ഓഫ് പേപ്പർ. ഓരോരുത്തർക്കും ഓരോന്നാണ്. എപ്സിലോൺ ഓഫ് ഡൈഇലക്ട്രിക്, എപ്സിലോൺ ഓഫ് വുഡ്, ഓരോന്നിക്കും ഓരോന്നാണ്. അപ്പൊ എപ്സിലോൺ ഇടും. റൈറ്റ്? ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇവൻ കുറച്ചു കഴിയുമ്പോൾ മാഗ്നറ്റ് ആവും. അപ്പൊ ഇവനിൽ എന്താ സംഭവിക്കണേ? ഇത് കടത്തി വിട്ടിട്ട് അവൻ ഉള്ളിലേക്ക് തുളഞ്ഞു കയറിയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് തുളഞ്ഞു കയറിയിട്ട് എന്താ സംഭവിക്കണേ? ആർക്കെങ്കിലും അറിയോ? ഞാൻ പറയാം കേട്ടോട്ടോ. എന്താ സംഭവിക്കുന്നത് അറിയോ? പണ്ട് ഇതിനു മുമ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ തീരണേന്റെ ആ ഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് ആണ് തോന്നുന്നത്. തീരണ ചാപ്റ്റർ തീരണേന്റെ അവിടെ ലെഫ്റ്റ് സൈഡില് മോളിൽ ഒരു ചെറിയൊരു വലിയ ക്ലിയർ അല്ലാത്ത ഒരു ഫിഗർ ഉണ്ട്. ഒരു ബ്ലാക്ക് സ്മിത്ത്, ഒരാളിങ്ങനെ ചുറ്റിയൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊല്ലൻ, ഒരു ആലയില് സാധനം വെച്ച് ഇങ്ങനെ അടിക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. നോക്കിയോണ്ടോ? ഒരു ഫിഗർ, ഒരു പിക്ചർ.
ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ തീരണേന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ മോള് ഒരു പിക്ചർ ഉള്ളത് എന്റെ മനസ്സിൽ റൈറ്റ് ഉണ്ടോ? ആൽവിനുണ്ടോ? പേജ് നമ്പർ പറഞ്ഞു. 196. 196 എന്തെന്നാ അതിന്റെ താഴെ എഴുതിയാക്കണേ? ഫിഗർ 5.15 എ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞു. അത് തന്നെ, ആ സംഭവം തന്നെ. അതായത് ഒരു ബ്ലാക്ക് സ്മിത്ത്, അതായത് ഒരു കൊല്ലൻ ഇങ്ങനെ പണ്ട് മാഗ്നറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എങ്ങനെയെന്നറിയോ? ഒരു കഷ്ണം എടുത്ത് വെക്കും, എന്നിട്ട് ഒരേ രീതിക്ക് ഇങ്ങനെ അടിക്കും. അതിനെ ചുറ്റിക്കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് കുറെ നേരം കഴിയുമ്പോൾ അവൻ എന്താവുന്ന മാഗ്നറ്റാവും. അൽഫത് പറഞ്ഞ പോലെ ഉരുമി 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 ഒരേ രീതിക്ക് ഉരുമണം. എന്താ സംഭവിക്കുന്നറിയോ? ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ പിള്ളേരെ, ശരിക്കും നടക്കണ അതാ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം അല്ല, എന്നാലാണ് ഈ പറയുന്ന സാധനം എന്താണെന്ന് ബോധം ഉണ്ടാവും. നമ്മളൊരു കഷ്ണം ഒരു മെറ്റീരിയൽ എടുത്താൽ ഇതിനകത്ത് ശരിക്കും ഇതിന്റെ മോളിക്യൂൾസ് പല രീതിക്ക് അറേഞ്ച് ചെയ്യാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ മോളിക്യൂൾസ് അറേഞ്ച് ചെയ്ത് പല കോലത്തിലായിട്ട് ഇരിക്കുകയാണ്. ഇതിനെ ശരിക്കും ഡൊമൈൻ എന്ന് വിളിക്കും. ഇതിന്റെ ഉള്ളിലെ ഓരോ കഷ്ണങ്ങളുടെ ഡൊമൈൻ എന്നൊക്കെ വിളിക്കും. ഡൊമൈനിന് പല പല ഡയറക്ഷൻ ആയിരിക്കും. അത് കുറച്ച് ക്രിസ്റ്റലോഗ്രഫി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ബ്രാഞ്ച് അത്ര വേണ്ട, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി തരാം. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക തിരിഞ്ഞിരിക്കും. നമ്മൾ അതിനെ എല്ലാവരും ഒരേ ഡയറക്ഷനിലേക്ക് തിരിച്ചാൽ അവൻ മാഗ്നറ്റ് പോലെയാവും. അപ്പൊ മാഗ്നറ്റ് ആക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താ ചെയ്യണമെന്നറിയോ? മാഗ്നറ്റ് ആക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവനെ ഈ ഇതിന്റെ ഉള്ളിലെ മോളിക്യൂൾസിനെ അലൈൻ ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മൾ അലൈൻ ചെയ്യും. അപ്പൊ എങ്ങനെയാവുന്നറിയോ? ഈ ആളുകളെല്ലാം നേരെ തിരിഞ്ഞ് നല്ല കൃത്യമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വന്നാൽ ഇവൻ നല്ല മാഗ്നറ്റ് ആവും. അപ്പൊ ഇവനെ ഇങ്ങനെ ആക്കാൻ പല വഴിയുണ്ട്. നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ തുളച്ച് കയറ്റി വിടാം. മാഗ്നറ്റിക് ഫീൽഡ് സോളിനോടിന്റെ ഉള്ളിൽ തുളഞ്ഞതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവനെ ആൾക്കാരെ പിടിച്ച് തിരിക്കും. കണ്ടോ? ഇങ്ങനെ തുളഞ്ഞ് കയറിയിട്ട് തിരിച്ചിങ്ങനെയാക്കും. അപ്പൊ മാഗ്നറ്റ് ആവും. നല്ല പോലെ തിരിക്കാൻ പറ്റിയ നല്ല മാഗ്നറ്റ് ആവും. നല്ല പോലെ തിരിക്കാൻ പറ്റിയ നല്ല മാഗ്നറ്റ് ആവും. അപ്പൊ എത്രത്തോളം തിരിക്കുന്നു അത്ര നല്ല മാഗ്നറ്റ്. അപ്പൊ ആരാ തിരിക്കണേ? പുറത്തുനിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എക്സ്റ്റേണൽ, അതാണ് വാക്ക്. വാക്കൊന്നും വിടരുത് കേട്ടോ. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത് ചെയ്യണേ? തിരിക്കണം. കണ്ടോ? തിരിച്ചുവിടുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇനി രസം എന്താ പറയോ? ഇവിടെ ഈ കേസിൽ നിങ്ങൾ നോക്കിട്ടോ. ഇനി ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയുന്നത്, വേറൊരു വാക്ക് നിങ്ങൾക്ക് ഓർക്കണമെന്ന് പറഞ്ഞാൽ, ഒരു മെറ്റീരിയല് അവന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കും. ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാനുള്ള കഴിവിനെ നമ്മൾ ഒരു പേരിട്ട് വിളിച്ചാണ്. അതിന് പറയാമോ? ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാനുള്ള അവന്റെ കഴിവിനെ ഞാനൊരു പേരിട്ട് വിളിച്ചാണ്. അവന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാനുള്ള അവന്റെ കഴിവ് ഒരു വാക്ക് വിളിച്ചു. എന്താ മുദ്ദുസിറെ വാക്ക്? ഒരു മിനിറ്റ് മുദ്ദുസിറ എടുക്കട്ടെ. ഷെറിന് ഒരു വാക്ക് പറഞ്ഞേ. മാഗ്നറ്റിക് മൊമെന്റ് എന്നാണ്. ലെറ്റർ ഏതാ ഷെറിനെ? സ്മോൾ ലെറ്റർ എം. അപ്പോ ഇവിടെ ശരിക്കും സ്മോൾ ലെറ്റർ എം 0 ആയ ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് ഇവിടെ 0 ആയ. കാരണം കാര്യമായിട്ടൊന്നും മാഗ്നറ്റിക് പവർ അവനില്ല. പക്ഷെ ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. കാരണം അവരെല്ലാവരും തിരിഞ്ഞു വരെ സെറ്റായ ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. അപ്പൊ ഇത് ശരിക്കും മാഗ്നറ്റ് ആയി മാറുക എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? അവിടെ മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. അത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഓരോ പോയിന്റ് ആയിട്ട് എഴുതിക്കോ. താഴെ കുറെ വാക്കുകൾ എനിക്ക് പറയാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും ഞാൻ വാക്കുകൾ പറയണേ. അപ്പൊ ഈ ലെറ്ററുകൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവണം. പെർമിയബിലിറ്റി പരിചയം ഉണ്ടാവണം. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പരിചയം ഉണ്ടാവണം. പുറത്തുനിന്ന് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ട് ഇവരെ തിരിച്ചു കഴിയുമ്പോൾ നല്ല മാഗ്നറ്റ് ആയി എന്ന് പറയുമ്പോൾ അങ്ങനെ അത് സാധാ പറച്ചില്ല. പക്ഷെ നമ്മൾ പറയുന്ന വാക്ക് ഏതായിരിക്കും? ഇനി ഫിസിക്സ് ഉപയോഗിച്ച് +2 സ്റ്റാൻഡേർഡിൽ അവനൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്, ഡെവലപ്പായി. അവൻ മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്പായി. ചില ആൾക്കാർ കുറച്ച് വരെ തിരിയുള്ളൂ. അപ്പൊ നമ്മൾ പറയും കുറച്ച് മാഗ്നറ്റിക് മൊമെന്റ് ഉള്ളൂ എന്ന് പറയും. ചില എല്ലാവരും നല്ലപോലെ തിരിയും. 3 ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. ഫെറോ മാഗ്നറ്റ്, പാരാമാഗ്നറ്റ്, ഡയാമാഗ്നറ്റ്. അല്ല ഫെറോ മാഗ്നറ്റിന് നല്ല മാഗ്നറ്റിക് മൊമെന്റ് ആവും. എല്ലാവരും നല്ലപോലെ തിരിയും. അതിന്റെ എക്സാമ്പിൾ ആണ് അയൺ, സ്റ്റീല് എക്സാമ്പിളാ. അല്ലെങ്കിൽ കൊക്ക എക്സാമ്പിൾ. നല്ലപോലെ തിരിയും. എന്നാ കോപ്പർ തിരിയില്ല. കോപ്പർ ആൾക്കാർ തിരിയില്ല.
അവന് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് പണിയെടുത്താലും മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവില്ല അവന്. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കോൺസെപ്റ്റ്. ഇനി കേട്ടോ, ഇത്ര ഐഡിയ ഉണ്ടല്ലോ. ഇനി കേട്ടോ, ഞാൻ വാക്കുകൾ പറയും, 1-2 വാക്കുകൾ ഞാൻ പഠിപ്പിക്കും. അതിൽ ഒന്നാമത്തെ വാക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റൈസേഷൻ ആണ്. മാഗ്നറ്റൈസേഷൻ ഇതാണ് ഞാൻ നിങ്ങളുടെ ഹെഡിങ് കൊടുത്തത്. മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. എന്താണ് മാഗ്നറ്റൈസേഷൻ? ലെറ്റർ പുതിയ ലെറ്റർ ആണ്, ക്യാപിറ്റൽ എം. ലെറ്റർ എം ആണ്. മാഗ്നറ്റൈസേഷന്റെ ലെറ്റർ എം ആണ്. എന്താണ് മാഗ്നറ്റൈസേഷൻ എന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിനെ ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റായി മാറാനുള്ള കഴിവ്. അതാണ് മാഗ്നറ്റൈസേഷൻ. എബിലിറ്റി ടു ബിക്കം എ മാഗ്നറ്റ്. അപ്പോൾ ഇതിന്റെ മാഗ്നറ്റൈസേഷൻ എന്ന് വെച്ചാൽ മാഗ്നറ്റൈസേഷൻ ഒരു അളവാണ്. ശ്രദ്ധിച്ചോളാം, മാഗ്നറ്റൈസേഷൻ ഒരു അളവാണ്, അതൊരു ക്വാണ്ടിറ്റിയാണ്. പല അളവിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഒരുത്തിന്റെ മാഗ്നറ്റൈസേഷൻ? ഇപ്പൊ കോപ്പറിന്റെ മാഗ്നറ്റൈസേഷൻ എന്താ? അവന്റെ മാഗ്നറ്റായി മാറാനുള്ള അവന്റെ കഴിവ്, എബിലിറ്റി ടു ബിക്കം എ മാഗ്നറ്റ്. നമ്മുടെ വാക്കാട്ടോ, പരീക്ഷയ്ക്ക് ഇക്വേഷൻ ആയിട്ട് ചോദിക്കൂ. എബിലിറ്റി ടു ബിക്കം എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് ആവാനുള്ള കഴിവാണ്. ഇത് നമുക്കുള്ളതാ, മനസ്സിലാക്കാനുള്ളതാ. പരീക്ഷയ്ക്ക് എന്താണ് ചോദിക്കൂല, ഇക്വേഷൻ. മാഗ്നറ്റൈസേഷൻ, ഒരു മാഗ്നറ്റായി മാറാനുള്ള കഴിവ്. ലെറ്റർ ആരാന്ന് ഞാൻ പറഞ്ഞു, ലെറ്റർ ക്യാപിറ്റൽ എം ആന്ന് ഞാൻ പറഞ്ഞു. അത് എങ്ങനെയാണ് ഫോർമുല വന്നതെന്ന് അറിയാം, നോക്കിട്ടോ. ഒരു നല്ല മാഗ്നറ്റായി എന്ന് പറയുമ്പോൾ കേട്ടോ, നല്ല മാഗ്നറ്റായി എന്ന് പറയുമ്പോൾ അവന്റെ എന്ത് വാല്യൂ ആയിരിക്കും കൂടുതൽ? ആരാ പറഞ്ഞത്? എന്ത് വാല്യൂ ആയിരിക്കും കൂടുതൽ? നല്ല മാഗ്നറ്റായി എന്ന് പറയുമ്പോൾ എന്ത് വാല്യൂ ആയിരിക്കും കൂടുതൽ? അലിയ, അവൻ എന്ത് വാല്യൂ ആയിരിക്കും കൂടുതൽ? അലിയ, മാഗ്നറ്റിക് മൊമെന്റ് ആയിരിക്കും കൂടുതൽ. അപ്പൊ മാഗ്നറ്റൈസേഷൻ ആരുമായി ബന്ധപ്പെടുത്താണ്? മാഗ്നറ്റിക് മൊമെന്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മൾ ചുമ്മാ മാഗ്നറ്റിക് മൊമെന്റ് നോക്കരുത്, പെർ യൂണിറ്റ് വോളിയം. ഒരു വോളിയത്തിൽ എത്ര മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്പ് ആയി നോക്കണം. കാരണം മൊത്തം ചിലപ്പോൾ ആവില്ല, അപ്പൊ വലിയ തെറ്റിപ്പോവും. അപ്പൊ മാഗ്നറ്റൈസേഷൻ എങ്ങനെയാ നോക്കണേ? ഒരു വോളിയത്തിൽ ഇത്ര സ്ഥലത്ത് എത്ര മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റൈസേഷൻ. അപ്പൊ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടോ? ഫോർമുല വെറുതെ കാണാതെ പഠിക്കാതിരിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു. അവര് വോളിയോടെ എടുത്തിട്ട് വേണം നമ്മൾ നോക്കാൻ. എത്ര സ്ഥലം ഉണ്ടായിരുന്നു, അതിൽ എത്ര മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായി. അതാണ് മാഗ്നറ്റൈസേഷൻ. ആരാ പറയണേ? എസ് ഐ യൂണിറ്റ്. എല്ലാവർക്കും പറയാം. എന്തായിരിക്കും എസ് ഐ യൂണിറ്റ്? ആരാ ഇതിന്റെ എസ് ഐ യൂണിറ്റ്? ആരാ പറഞ്ഞേ? എന്തായിരിക്കും എസ് ഐ യൂണിറ്റ്? ആരാ പറഞ്ഞേ? ഒന്ന് പറഞ്ഞ സലാഹുദ്ദീനെ. അല്ല, ഒരു മിനിറ്റ്. സ്വാലിയ എങ്ങനെ വരും? സ്വാലിയ ഒന്ന് പറഞ്ഞേ, എങ്ങനെ വരും? ആലോചിച്ച് പറഞ്ഞാൽ തെറ്റിക്കോട്ടെ. അബ്സല്യൂട്ട്ലി. എങ്ങനെയാ വന്നേ അത്? മാഗ്നറ്റിക് മൊമെന്റ് ആംബിയർ മീറ്റർ സ്ക്വയർ ആണ് പഠിച്ചത്. താഴെ വോളിയത്തിന്റെ മീറ്റർ ക്യൂബ് വരും കണ്ടോ? അങ്ങനെ വെട്ടിപ്പോവും, ക്യൂബ് വെട്ടിപ്പോവും. അങ്ങനെ ആംബിയർ എം റേസ്റ്റ് -1 അല്ലെങ്കിൽ ആംബിയർ പെർ മീറ്റർ എന്നൊക്കെ വിളിക്കാം. ഇതൊന്നും കാണാതെ പഠിക്കരുത്, ഇത് മനസ്സിലാക്കാം. ആംപിയർ പെർ മീറ്റർ. ഓക്കെ, അതാണ് മാഗ്നറ്റൈസേഷൻ. ഇനി അപ്പൊ ഒരാൾ മാഗ്നറ്റായി, ശരി. ഇനി അയാളൊരു മാഗ്നറ്റായി, അയാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബൈ എ മെറ്റീരിയൽ. അയാളുടെ ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഒരാൾ മാഗ്നറ്റായി, അയാളുടെ മാഗ്നറ്റൈസേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അയാൾ മാഗ്നറ്റായി. അപ്പൊ അയാൾ അതിന്റെ ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് വെച്ചാൽ B = അയാളുടെ ചുറ്റും എന്ന് പറയുന്ന സ്പേസാ. അപ്പൊ നമുക്ക് പറയാം μ0m ഉണ്ടാവും. അയാളുടെ മാഗ്നറ്റൈസേഷന്റെ പവർ എത്രയാണ്? ഇൻറ്റു μ0 ചെയ്താൽ അയാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ഫോർമുലയാണ്. അപ്പൊ അടുത്ത ഫോർമുല, രണ്ടാമത്തെ ഫോർമുല, ചെറിയ ഫോർമുലാസ് ഞാൻ പഠിപ്പിക്കും. അപ്പൊ ഒരുത്തന്റെ മാഗ്നറ്റൈസേഷന്റെ പവർ നോക്കുക, ഇൻറ്റു പുറത്തേക്കല്ല അവൻ ഉണ്ടാക്കണേ, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് നോക്കുക. അപ്പൊ അവൻ പുറത്തുണ്ടാക്കുന്ന, അവൻ അങ്ങനെ തന്നെ എഴുതണം. നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും എഴുതിയിട്ട് പറ്റൂല. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഒരു മാഗ്നറ്റ് ആയി കഴിഞ്ഞ ഒരാള് അവന്റെ ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം?
അവന്റെ മാഗ്നറ്റൈസേഷൻ ഇൻഡു പുറത്തെ വാക്വം ആണല്ലോ, അപ്പൊ μ0. അപ്പൊ അയാള് ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല. അടുത്തത് ഞാൻ ചോദിക്കുന്നത് ഒരു 5 മിനിറ്റോടെ എനിക്കുണ്ട്, 2 പോയിന്റോടെ ഞാൻ പഠിപ്പിക്കാം. രണ്ടാമത്തെ ഞാൻ പഠിപ്പിക്കുന്നു, അല്ല 1 പോയിന്റോടെ പഠിപ്പിക്കാം, ചെറിയ 2. രണ്ടാമത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് അടുത്ത ഹെഡിങ്. 2 ഹെഡിങ്ങാണ് നിങ്ങൾക്കുള്ളത്. മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ലെറ്റർ എച്ച് ആണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എച്ച്. ഓക്കെ, ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും ഉദ്ദേശിക്കണേ? ആരാ പറഞ്ഞത്? ഇത് എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റിയുടെ അർത്ഥം എന്താ? ഇന്റൻസിറ്റി എന്താ അർത്ഥം? എത്ര സ്ട്രോങ് ആണ് അത്, അതാണ് ഉത്തരം. എത്ര സ്ട്രോങ് ആണ്. അപ്പൊ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉദ്ദേശിച്ചത് എന്താണെന്ന് പിള്ളേരെ? ശരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉദ്ദേശിച്ചത് സോളിനോയിഡിന്റെ കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വെക്കൂലേ, അയാളുടെ കേട്ടോ എപ്പോഴും ഓർത്തോളം നിന്ന്, അല്ലാതെ നമ്മുടെ മെറ്റീരിയലിന്റെ അല്ല. ഒരാളെ നമ്മൾ മാഗ്നറ്റ് ആക്കാൻ വേണ്ടി വെക്കുമ്പോ ആ വെക്കുന്ന സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് എച്ച് എന്ന് പറയുന്നത്. അതായത് വേണമെങ്കിൽ ഒരു വാക്ക് പറയാം, എക്സ്റ്റേണൽ ആണ് എന്ന് പറയാം. പുറത്തുനിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ബൈ എ സോളിനോയിഡ്? ഒരു സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുല ആരാ ഓർത്താക്കണേ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ ആംബിയർ സർക്യൂട്ടിലോ വെച്ചിട്ട് ചെയ്ത് കണ്ടുപിടിച്ച ഒരു ഫോർമുല, നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ഫോർമുല. മാളവിക എന്ന് പറഞ്ഞേ. സലാഹുദ്ദീൻ എല്ലാവരും കൈ പോക്കണ്ടേ? ഞാൻ വിളിക്കാത്തതാണ്, ഈ കൈ പോക്കണം, സംശയമില്ല. μ0ni, ബ്രില്യന്റ്. μ0ni. ഓക്കെ, μ0ni. അപ്പൊ ഇതാണ് സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുല. ഇതില് നിങ്ങൾ കേട്ടോ, ഇതില് ഞാൻ ചോദിക്കട്ടെ, ഇതില് ഈ μ0niയില് സോളിനോയിഡിന്റെ ലെറ്റർ ഏതൊക്കെയാ? സോളിനോയിഡില് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ലെറ്റർ ഏതൊക്കെയാ ഒന്ന് പറയാവോ? മറ്റേ ഇവരെ അൻവറെ. സോ ഇതിനകത്ത് ലെറ്ററുകൾ ഏതൊക്കെയാന്ന് പറയാ അൻവറെ? μ0 ആരാ? μ0 പെർമബിലിറ്റി ഓഫ് മറ്റേ ഫ്രീ സ്പേസ്. അതാണ്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് സോൾ നമുക്ക്. പിന്നെ എൻ ആരാ? എൻ സ്മോൾ എൻ നമ്പർ ഓഫ് ടേൺ. നിർത്തരുത്, അങ്ങനെ നിർത്തരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചോളൂ. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺ പെർ യൂണിറ്റ് ലെങ്ത്. അബ്സല്യൂട്ട്. അത്രയും പറയാൻ പറ്റി ക്ലാസ്സിൽ ഇരുന്നിട്ട്. അത് പറയാൻ ചെറിയ സംഭവമല്ല കേട്ടാ, ചെറിയ സംഭവമല്ല. ഞാൻ വെറുതെ പറയണല്ല. ഒരു സാധനത്തെ പറയാൻ പറ്റിയ അത് സ്ഥിര സംഭവമില്ല. ഇനി ഇത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ്. കറണ്ട് അല്ലേ? കറണ്ട്, അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട്. പിന്നെ പഠിക്കാതിരിക്കോ അത് പരീക്ഷയുടെ സമയത്ത് നമുക്ക് തീരുമാനിക്കാം. സംഭവം കണ്ടാൽ പറയാൻ പറ്റണ്ടേ? ഓക്കെ, ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സോളിനോഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാ അൻവറെ? കറണ്ടും അബ്സല്യൂട്ട്ലി എന്നുമായും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് സെറ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ അൻവറെ, ഒരു സോളിനോയിഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവന്റെ ഇന്റൻസിറ്റി സെറ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാ? നമ്പർ ഓഫ് ടേൺ, അവന്റെ നമ്പർ ഓഫ് ടേൺസും അവന്റെ ഐയും. അങ്ങനെയാണെങ്കിൽ ഈ മോളിൽ പറഞ്ഞ എച്ച് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യണ? 2 ആൾക്കാരാണ്. അതാണ് എന്നും ഐയും. അപ്പൊ എച്ചിന്റെ ഫോർമുല എന്താ? എൻ ഐ. എന്താ ഫോർമുല? ഐ. നമ്മൾ ഓർത്തിരിക്കണം. ഞാൻ ഈ ഓർക്കാൻ വേണ്ടി ഒരു ഐഡിയ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കണം. അപ്പൊ നിങ്ങളത് കണക്ട് ചെയ്ത് ഇങ്ങനെ എഴുതി വെക്കണം. നമുക്ക് ഇങ്ങനെ വേണ്ടി പഠിപ്പിക്കാം. പിള്ളേരെ അടുത്ത ഫോർമുല ഉണ്ട് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് എച്ചിന്റെ ഫോർമുല എച്ച് എന്തായി? എൻ എന്താട്ടോ? ഐ എന്നതാണ്. തീർന്നു. അത് വേറെ രീതി. നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നത് വേറെ രീതി. അങ്ങനെ പഠിക്കണ്ടേ? യാതൊരു സംശയമില്ല. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു എൻ ഐ. എച്ച് ആരാണ്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് of intensity provided by the solenoid. It depends upon its number of turns per unit length and its current. And I, absolutely. അപ്പൊ നമുക്ക് ബിയുടെ ഫോർമുല മാറ്റിട്ട് ഇങ്ങനെ എഴുതാം. ബി ഈക്വൽ ടു μ0 ni പകരം എന്ത് എഴുതാം? അപ്പോ ബി ഈക്വൽ ടു ni പകരം എന്ത് എഴുതാം? അലിമോനെ, ബി ഈക്വൽ ടു μ0 എന്തെന്ന് എഴുതാൻ വേണമെങ്കിൽ അയ്യോ, നീ ചിരിച്ചോണ്ടിരിക്കടാ. അമിന സിദ്ധി പറ, നീ ചിരിച്ചോണ്ടിരിക്കടാ. അമിന സിദ്ധി പറ, എന്ത് μ0 എന്നേക്ക് പകരം
സർ മ്യൂസിയർ NA-ക്ക് പകരം എന്ത് എഴുതാം? H is equal to NA. H is equal to NA ചെയ്യുമ്പോൾ NA-ക്ക് പകരം എന്ത് എഴുതാം? H. അപ്പൊ എന്തായാലും B is equal to μ0H. തൊട്ട് മുമ്പ് സ്വൈലേ, തൊട്ട് മുമ്പ് എന്ത് ഫോമുല? സ്വൈലല്ല, സഹല മീരാൻ. സൗണ്ട് കേൾക്കട്ടെ, സഹല ഇവിടെ ഉണ്ടോ നോക്കട്ടെ. തൊട്ട് മുമ്പ് ബിക്ക് നമ്മൾ ഫോമുല പഠിച്ചില്ല. B is equal to μ/m μ0M. ഇപ്പൊ എന്താ പഠിച്ച? μ0H. അപ്പൊ രണ്ട് ഫോമുല നമ്മൾ പഠിച്ചു. B is equal to μ0M, B is equal to μ0H. ബാക്കി നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ. ശരി. പറഞ്ഞോ പറഞ്ഞോ. പറഞ്ഞോ മാളവിക, പറഞ്ഞോ. എന്തായിരുന്നു? ശരിക്കും എന്താന്ന് വെച്ചാൽ അതാണ് സംഭവം. അതായത് നമ്മുടെ ഉള്ളില് കുഴിച്ചിട്ടിരിക്കുന്ന, എർത്തിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന മാഗ്നറ്റിന്റെ സൗത്താണ് അപ്പുറം തന്നെ. ആ സൗത്ത് അവിടെ വരുമ്പോഴുള്ള ഗുണം എന്താ? നമ്മളൊരു കോമ്പസ് നീഡിൽ കൈ പിടിച്ചാൽ, എർത്തിന്റെ മുകളിൽ പിടിച്ചാൽ, ആ കോമ്പസ് നീഡിലിന്റെ നോർത്ത് ആ കുഴിച്ചിട്ടാകുന്ന സൗത്തിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ശരി, അതാണ് നോർത്ത് സീക്കിങ്. നമ്മുടെ നോർത്ത് സീക്കിങ്ങിന്റെ അർത്ഥം എന്നറിയോ? നമ്മുടെ കയ്യിലിരിക്കുന്ന കോമ്പസ് നീഡിലിന്റെ നോർത്ത് സീക്ക് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന പോൾ അതാണ്. അപ്പൊ അവിടെ ശരിക്കും എന്ത് വരണം? സൗത്ത് കുഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് നോർത്ത്. ശരി ശരി ശരി. ഓക്കെ, ഓക്കെ, വെൽക്കം.